Good afternoon. Good afternoon, ma'am. Okay. അപ്പോൾ ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. നമ്മളിപ്പോ എടുത്തുകൊണ്ടിരിക്കുന്നത് 4th മൊഡ്യൂളിലെ ഫസ്റ്റ് ചാപ്റ്റർ ആണ് കേട്ടോ. മെഡിക്കൽ ഇൻഷുറൻസ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ആണ് നമ്മളിപ്പോ എടുത്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മെഡിക്കൽ ഇൻഷുറൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിനകത്ത് കുറെ ടേംസുകളൊക്കെ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട്. ഹെൽത്ത് ഇൻഷുറൻസ് എന്താണ്, ഇൻഷുർഡ് ആരാണ്, ഇൻഷുറർ ആരാണ്, അത് കൺഫ്യൂഷൻ ആവരുത് കേട്ടോ. ഇൻഷുർഡ് എന്ന് പറയുന്നത് പോളിസി ഹോൾഡർ ആണ് കേട്ടോ. ഓക്കെ, ഇൻഷുറർ എന്ന് പറയുന്നത് കമ്പനിയാണ് കേട്ടോ, കമ്പനിയാണ്. പിന്നെ എന്താണ് പ്രീമിയം അല്ലെ, അതായത് ഇൻഷുർഡ് പേഴ്സൺ ഇൻഷുറർക്ക് കൊടുക്കുന്ന ആ ഒരു നിശ്ചിത തുകയാണ് നമ്മൾ പ്രീമിയം എന്ന് പറയുന്നത് അല്ലെ. ഓക്കെ, പിന്നെ ക്ലെയിം എന്താണ്, ഫസ്റ്റ് പാർട്ടി ക്ലെയിം എന്താണ്, തേർഡ് പാർട്ടി ക്ലെയിം എന്താണ്, എക്സ്ക്ലൂഷൻസ് എന്തൊക്കെയാണ് അല്ലെ, അതുപോലെ തന്നെ ഹെൽത്ത് ഇൻഷുറൻസ് എന്താണ്, മെഡിക്ലെയിം ഇൻഷുറൻസ് എന്താണ്, ഇങ്ങനെയുള്ള ടേംസുകളൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പരിചയപ്പെട്ടു അല്ലെ. പിന്നെ നമ്മൾ കണ്ടത് ഈ പറയുന്ന മെഡിക്കൽ ഇൻഷുറൻസിന്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്, പ്രധാനപ്പെട്ടതിന്റെ അഡ്വാൻറ്റേജസുകൾ എന്തൊക്കെയാണ്. ഓക്കെ അന്വേഷണി തന്നെയാണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ, ഇതുവരെ വായിച്ചോ, നിങ്ങൾ വായിച്ചു നോക്കിയോ? വായിച്ചു നോക്കിയോ? ഓക്കെ, വായിച്ചു നോക്കട്ടെ. ശരി, അപ്പൊ നമുക്ക് ബാക്കിയുള്ള ഭാഗങ്ങൾ നോക്കാം കേട്ടോ. അപ്പൊ നമ്മള് പറയുന്നത് എക്സ്പെൻസസ്, ഞാൻ ഓൺ മ്യൂട്ട് ചെയ്യണേ. എക്സ്പെൻസസ് കവേർഡ് ബൈ ദ ഹെൽത്ത് ഇൻഷുറൻസ് അല്ലെ. ഒരെണ്ണം നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു. സാധാരണയായിട്ട് അപ്പൊ ഹെൽത്ത് ഇൻഷുറൻസ് എന്താണ്, മെഡിക്ലെയിം ഇൻഷുറൻസ് എന്താണെന്നൊക്കെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. അതിന്റെ പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജുകൾ നമ്മൾ പറഞ്ഞു കേട്ടോ. ഇനി നമ്മൾ നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നത് എക്സ്പെൻസസ് കവേർഡ് ബൈ ദ ഹെൽത്ത് ഇൻഷുറൻസ് ആണ് കേട്ടോ. സാധാരണയായിട്ട് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് കവർ ചെയ്തു പോകുന്ന എക്സ്പെൻസസുകൾ എന്തൊക്കെയാണ്, എന്തൊക്കെ ചെലവുകൾക്കുള്ള കവറേജുകൾ പൊതുവെ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് കവർ ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾ പോയിന്റ് മാത്രം നിങ്ങൾ പഠിച്ചു വെച്ചാൽ മതി കേട്ടോ. ഒന്നാമത്തെ നമ്മൾ പറഞ്ഞു ഇൻപേഷ്യന്റ് ഹോസ്പിറ്റലൈസേഷൻ. എന്താണ് ഇൻപേഷ്യന്റ് ഹോസ്പിറ്റലൈസേഷൻ? ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ എന്താണ്, ഹോസ്പിറ്റലൈസ് ചെയ്യപ്പെടുമ്പോൾ അല്ലെ, അഡ്മിറ്റ് ആകുമ്പോൾ നമുക്ക് എന്തെങ്കിലും അസുഖം വന്ന് അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ആക്സിഡന്റ് സംഭവിച്ചിട്ട് നമ്മൾ ആ ഒരു ഹോസ്പിറ്റലൈസ് ചെയ്യപ്പെടുന്ന സമയത്ത് നമുക്ക് വരുന്ന എക്സ്പെൻസുകൾക്കൊക്കെയുള്ള കവറേജ് എന്തിൽ ലഭിക്കുന്നുണ്ട്, ഹെൽത്ത് ഇൻഷുറൻസിലൂടെ ലഭിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്, റൂം റെന്റ്, നഴ്സിംഗ് എക്സ്പെൻസസ്, ICU ചാർജസ്, ഡോക്ടർ കൺസൾട്ടേഷൻ, സർജറി അല്ലെ, അതുപോലെ തന്നെ അതർ കോസ്റ്റിലായിട്ട് സർജിക്കൽ ടൂൾസ്, ഡയഗ്നോസ്റ്റിക് മെറ്റീരിയൽസ്, അങ്ങനെയുള്ളതിനൊക്കെ ചെലവുകൾ ഏതിൽ നിന്ന് കിട്ടുന്നുണ്ട്, ഹെൽത്ത് ഇൻഷുറൻസ് വഴി നമുക്ക് കവർ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ ഒന്നാമത്തെ പോയിന്റ് എന്താണ്, ഇൻപേഷ്യന്റ് ഹോസ്പിറ്റലൈസേഷൻ. രണ്ടാമത്തത് വരുന്നത് പ്രീ ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസസ് ആണ്. അതാണ് പ്രീ ഹോസ്പിറ്റലൈസേഷൻ. അപ്പൊ പ്രീ ഹോസ്പിറ്റലൈസേഷൻ, പ്രീ എന്ന് കേൾക്കുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത്, ഹോസ്പിറ്റലൈസേഷൻ ചെയ്യപ്പെടുന്നതിന് മുൻപായിട്ട് വരുന്ന ചെലവുകൾ, അതും ഒരു നിശ്ചിത കാലയളവ് വരെ. ഹോസ്പിറ്റലൈസേഷന് മുമ്പ് എന്ന് പറയുമ്പോൾ അൺലിമിറ്റഡ് ആയിട്ടുള്ള കവറേജ് കൊടുക്കുന്നത് ഒരു നിശ്ചിത കാലയളവ് മുൻപ് വരെ അല്ലെ. ഹോസ്പിറ്റലൈസ് ചെയ്യപ്പെടുന്ന ചിലപ്പോൾ 6 മാസം മുമ്പ് വരെയോ അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു വർഷം മുമ്പ് വരെ, അങ്ങനെ ഒരു പീരീഡ് അവർ നിശ്ചയിക്കും. അപ്പൊ ആ രീതിയിൽ, അതായത് ഹോസ്പിറ്റലൈസേഷന് മുമ്പായിട്ട് വരുന്ന ഈ പറയുന്ന മെഡിക്കൽ എക്സ്പെൻസുകൾക്കൊക്കെയുള്ള കവറേജ് എന്തിൽ ലഭിക്കുന്നുണ്ട്, ഹെൽത്ത് ഇൻഷുറൻസിൽ ലഭിക്കുന്നുണ്ട്. അപ്പൊ സാധാരണഗതിയിൽ നമ്മൾ ഇപ്പൊ ഡോക്ടറെ കാണാൻ പോവുക അല്ലെ, കൺസൾട്ടേഷൻ കാര്യങ്ങള്, അതുപോലെ തന്നെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുക,
അല്ലെങ്കിൽ റൂട്ടീനായിട്ട് എന്തെങ്കിലും ലാബ് ടെസ്റ്റുകളോ മറ്റൊക്കെ ചെയ്യുന്നുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ളതിനൊക്കെ വേണ്ട എക്സ്പെൻസുകളൊക്കെ ഹെൽത്ത് ഇൻഷുറൻസ് മീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. നമുക്ക് വായിക്കാതെ പ്രീ ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസസ് all medical expenses incurred before the patient is hospitalized up to a period specified earlier. ഒരു നിശ്ചിത സമയം മുമ്പ് വരാണ്, അൺലിമിറ്റഡ് ആയിട്ടല്ല കൊടുക്കുന്നത്. ഹോസ്പിറ്റലൈസേഷന് തൊട്ട് മുമ്പ് ഒരു നിശ്ചിത കാലയളവ് വരെ ഈ പറയുന്ന എന്താണ് ചെലവുകൾ എക്സ്പെൻസുകൾക്കുള്ള കവറേജ് ലഭിക്കുന്നുണ്ട് അല്ലെ. ആ കവേർഡ് ഇൻ ഇൻഷുറൻസ് പ്ലാൻ ദീസ് കൺസിസ്റ്റ് ഓഫ് ഡോക്ടർ കൺസൾട്ടേഷൻ. എന്തൊക്കെ വരുന്നുണ്ട് അതിനകത്ത്? ഡോക്ടർ കൺസൾട്ടേഷൻ അല്ലെ, ഡോക്ടറുടെ കൺസൾട്ടേഷൻസ്, മറ്റു നമ്മൾ നടത്തുന്ന മെഡിക്കൽ ഇൻവെസ്റ്റിഗേഷൻ, എന്തെങ്കിലും നമ്മൾ റേഡിയോളജി ടെസ്റ്റുകളോ അല്ലെങ്കിൽ ലാബ് ടെസ്റ്റുകളോ ഒക്കെ നമ്മൾ നടത്തുന്നുണ്ടാവും അല്ലെ. അപ്പൊ അതൊക്കെ അങ്ങനെയുള്ള മെഡിക്കൽ ഇൻവെസ്റ്റിഗേഷൻസ്, പിന്നെ പ്രൈമറി പ്രൊസീജിയേഴ്സ്, പ്രിവെന്റീവ് സർജറീസ്, ഡയഗ്നോസ്റ്റിക് ടെസ്റ്റുകൾ, മെഡിസിൻസ്, അങ്ങനെയുള്ളവയ്ക്കുള്ള എക്സ്പെൻസുകൾക്കൊക്കെയുള്ള കവറേജ് ഇതിലൂടെ നമുക്ക് ലഭിക്കുന്നുണ്ട്, ഹെൽത്ത് ഇൻഷുറൻസിലൂടെ ലഭിക്കുന്നുണ്ട്. കിട്ടിയ പോയിന്റ് എന്നതാണ് പ്രീ ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസ്. മൂന്നാമത് വരുന്നത് പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസസ് ആണ്. പോസ്റ്റ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഹോസ്പിറ്റലൈസേഷൻ കഴിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞാല് ആ രോഗി ഡിസ്ചാർജ് ചെയ്തതിന് ശേഷം വരുന്ന മെഡിക്കൽ എക്സ്പെൻസുകളുള്ള കവറേജും എന്തിൽ ലഭിക്കുന്നുണ്ട്? ഹെൽത്ത് ഇൻഷുറൻസിലൂടെ ലഭിക്കുന്നുണ്ട് അല്ലെ. നോക്കാം. ഓൾ കോസ്റ്റ് ഇൻവോൾവ്ഡ് in patient care and medicines after a patient is discharged from the hospital up to a period specified earlier are included in the health care insurance. ആ രീതിയിൽ ഈ പറയുന്ന പേഷ്യന്റ് അത് അവർ ഡിസ്ചാർജ് ചെയ്തു പോയി കഴിഞ്ഞാൽ മിക്കവാറും ഡിസ്ചാർജിന് ശേഷം ഇത്ര ദിവസത്തിന് ശേഷം ഫോളോ അപ്പിനൊക്കെ വരാനായിട്ട് പറയും അല്ലെ. അല്ലെങ്കിൽ രണ്ടാമത് പിന്നെ ഒരു ടെസ്റ്റിങ്ങോ കാര്യങ്ങളോ മറ്റെന്തെങ്കിലും ഇൻവെസ്റ്റിഗേഷൻസ് ഒക്കെ നടത്തേണ്ടതായിട്ട് വരും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എക്സ്പെൻസുകളൊക്കെ മീറ്റ് ചെയ്യാനായിട്ടും ഹെൽത്ത് ഇൻഷുറൻസ് സഹായിക്കുന്നുണ്ട് അല്ലെ. നോക്കാം. ദീസ് കൺസിസ്റ്റ് ഓഫ് പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ കൺസൾട്ടേഷൻ, ഡയഗ്നോസ്റ്റിക് ടെസ്റ്റുകള്, മെഡിസിൻസ്, തെറാപ്പി, ഡ്രഗ്സ് എക്സെട്ര. ക്ലിയർ ആണല്ലോ? ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് വരുന്നത് നാലാമത്തെയാണ് ആംബുലൻസ് ചാർജസ് കേട്ടോ. ആംബുലൻസ് ചാർജസ് അതായത് ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാൻ will also cover cost involved in shifting the patients to a hospital by an ambulance. അപ്പൊ സാധാരണയായിട്ട് നമുക്ക് ഒരു പേഷ്യൻസിനെ അവരെ ഹോസ്പിറ്റലിലേക്ക് ആംബുലൻസ് വഴി നമുക്ക് ഷിഫ്റ്റ് ചെയ്യുന്നതിന് മറ്റുമായിട്ടുള്ള ആംബുലൻസ് ചെലവുകളും ഇതിലൂടെ നമുക്ക് കവർ ചെയ്യാനായിട്ട് സാധിക്കും. ഹെൽത്ത് ഇൻഷുറൻസിലൂടെ കവർ ചെയ്യാനായിട്ട് സാധിക്കും. പ്രത്യേകം ഓർക്കാം, എല്ലാ ഹെൽത്ത് ഇൻഷുറൻസും ഒരുപോലെ അല്ല കേട്ടോ. അത് എടുക്കുന്ന പോളിസിക്ക് അനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും. ചിലതിന് ആംബുലൻസ് കവറേജ് ലഭിക്കുന്നുണ്ട്, മറ്റു ചില പോളിസിക്കായിട്ട് ആംബുലൻസ് കവറേജ് ഉണ്ടാവണമെന്നില്ല. നമ്മളിവിടെ പഠിക്കുന്നത് പൊതുവേ ഒരു ഹെൽത്ത് ഇൻഷുറൻസിൽ കവർ ചെയ്തു പോകുന്ന എക്സ്പെൻസുകൾ എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ പഠിക്കുന്നത്. പക്ഷെ അതെന്ന് പറഞ്ഞാൽ ഓരോ പോളിസിക്ക് അനുസരിച്ചും വ്യത്യാസം ഉണ്ടായിരിക്കും കേട്ടോ. ആംബുലൻസ് ചാർജസിന് കവറേജ് കിട്ടുന്ന ഹെൽത്ത് ഇൻഷുറൻസ് പോളിസികൾ ഉണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ പേഷ്യൻസിന് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്ന് ആംബുലൻസിൽ ഹോസ്പിറ്റലിൽ എത്തിക്കുന്ന ആ ആംബുലൻസിൽ വരുന്ന എക്സ്പെൻസുകളൊക്കെ കവർ ചെയ്യാനായിട്ട് സാധിക്കും. ഇത്രയും വരെ ക്ലിയർ ആണോ നിങ്ങൾക്ക്? ഓക്കെ ആണോ? മനസ്സിലാവുന്നുണ്ടോ? നെക്സ്റ്റ് വരുന്നതാണ് ഡേ കെയർ ട്രീറ്റ്മെന്റ് കേട്ടോ. ഡേ കെയർ ട്രീറ്റ്മെന്റ് പേരിൽ സൂചിപ്പിക്കുന്നുണ്ട് കേട്ടോ. ശ്രദ്ധിക്കാം. The health plan will meet the cost of all procedures and treatments undertaken as an inpatient in a hospital or a day care facility for less than 24 hours. അതായത് 24 മണിക്കൂറിൽ താഴെ ഒരു രോഗി ആശുപത്രിയിലോ മറ്റേതെങ്കിലും ഡേ കെയർ ഫെസിലിറ്റിയിലോ എന്താണ് എടുക്കുന്ന ചികിത്സാ നടപടിക്രമങ്ങൾക്കുള്ള ചെലവുകളും ഇതിലൂടെ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഹെൽത്ത് ഇൻഷുറൻസ് വഴി കവർ ചെയ്യാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് ഡേ കെയർ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്. 24 അവറിന് താഴെ കേട്ടോ, 24 മണിക്കൂറിൽ താഴെ ഇപ്പൊ ഒരു രോഗി ഏതെങ്കിലും ഒരു ആശുപത്രിയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡേ കെയർ ഫെസിലിറ്റിയിലോ എടുക്കുന്ന ചികിത്സാ നടപടിക്രമങ്ങൾക്ക് വരുന്ന ചെലവുകളും ഹെൽത്ത് ഇൻഷുറൻസ് വഴിയായിട്ട് നമുക്ക് കവർ ചെയ്യുന്നുണ്ട് കേട്ടോ. പ്രത്യേകിച്ച് ഇപ്പൊ പറയുന്നത് ഡയാലിസിസ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ ജസ്റ്റ് മോർണിംഗ് പോയി അഡ്മിറ്റ് ആയി ഡയാലിസിസ് പ്രൊസീജിയർ കഴിഞ്ഞ് സെയിം ഡേ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡിസ്ചാർജ് ചെയ്ത് വരാൻ പറ്റും. അതുപോലെ കാറ്ററാക്ട് സർജറികളൊക്കെ തിമിര ശസ്ത്രക്രിയകൾ എന്നൊക്കെ പറയുമ്പോൾ ഒരു 24 അവറിന് താഴെ മതി
എന്നുവെച്ചാൽ രാവിലെ പോയി പ്രൊസീജിയർ ചെയ്ത് സെയിം ഡേ തന്നെ ഡിസ്ചാർജ് ചെയ്ത് വരാനൊക്കെ ആയിട്ട് സാധിക്കും. ആ രീതിയിലാണ് 24 മണിക്കൂറിലൊക്കെ താഴെ വരുന്ന കേസുകളാണ് കേട്ടോ. അതുകൊണ്ടാണ് അതിന് ഡേ കെയർ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നത് ഡേ ടു ഡേ ഹോസ്പിറ്റൽ ക്യാഷ്. ഡേ ടു ഡേ ഹോസ്പിറ്റൽ ക്യാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? ഹെൽത്ത് കവർ വിൽ ഗീവ് യു എ ലംസം എമൗണ്ട് ഡെയിലി ഇൻ കേസ് ഓഫ് ഹോസ്പിറ്റലൈസേഷൻ. അതായത് നമ്മൾ ഹോസ്പിറ്റലൈസ് ചെയ്യപ്പെടുന്ന ഓരോ ദിവസത്തും ഒരു 15 ദിവസം ഒരാൾ ഇപ്പൊ ഹോസ്പിറ്റലൈസ് ചെയ്യപ്പെടുമ്പോ ആ ഓരോ ദിവസം ഒരു 50 രൂപ വെച്ച് മറ്റൊരു കാര്യമില്ല. ആ ഒരു ദിവസം ഒരു 500 രൂപ 500 രൂപ വെച്ചിട്ട് ലംസം എമൗണ്ട് ആയിട്ട് കൊടുക്കുന്ന അത്തരത്തിലുള്ള എന്താണ് പ്ലാനുകളുണ്ട്. നമ്മള് പറഞ്ഞതാണ്. അതായത് ഹോസ്പിറ്റലൈസ് ചെയ്യപ്പെടുന്ന ആ ഓരോ ദിവസത്തെ, അതായത് ഓരോ ദിവസത്തിലും ഒരു ഇത്ര രൂപ വീതം, അതായത് ലംസം എന്നാണ് പറയുന്നത്. ലംസം എന്ന് പറയുമ്പോൾ ഒറ്റ തവണയായിട്ട് കൊടുക്കുന്ന രൂപയാണ് കേട്ടോ. ഒറ്റ തവണയായിട്ട് എമൗണ്ട് നമുക്ക് കൊടുക്കുകയാണ്. ഒരു ദിവസത്തിൽ ഇത്ര രൂപ എന്നുള്ള രീതിയിൽ അവർക്ക് പ്രൊവൈഡ് ചെയ്യണം. പേഷ്യന്റിന് അവർക്ക് വേണ്ടി വരുന്ന മെഡിക്കൽ എക്സ്പെൻസുകളൊക്കെ വഹിക്കാനായിട്ട് അവർക്ക് കൊടുക്കുന്ന തരത്തിലുള്ള ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാനുകളും ഉണ്ട് കേട്ടോ. അങ്ങനെയുള്ള ചെലവുകളും ഉണ്ട്. ഓക്കെ, ഡേ ടു ഡേ ഹോസ്പിറ്റൽ ക്യാഷ് കൊടുക്കുന്ന അത്തരം ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാനുകളുണ്ട്. പിന്നെ വരുന്നത് ഇൻകം ബെനിഫിറ്റ് ആണ് കേട്ടോ. ഇൻകം ബെനിഫിറ്റ് അതെന്ന് പറഞ്ഞാൽ സം അഡ്വാൻസ്ഡ് ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാൻസ് പ്രൊവൈഡ് എ ലംസം ടു യുവർ ഫാമിലി ടു റീപ്ലേസ് ദ ലോസ്റ്റ് ഇൻകം ഓഫ് ദ ഫാമിലി ഇൻ ദ കേസ് ഓഫ് യുവർ ആബ്സെൻസ്. അത് എല്ലാ ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാനുകളും കൊടുക്കുന്നതല്ല, കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാനുകൾ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അഭാവത്തിന് നിങ്ങളുടെ അഭാവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളാണ് നിങ്ങളുടെ കുടുംബത്തിലെ സോഴ്സ് ഓഫ് ഇൻകം ഒക്കെ ഇരിക്കട്ടെ, വരുമാന സ്രോതസ് നിങ്ങളാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും അസുഖം വന്നു അല്ലെങ്കിൽ ആക്സിഡന്റ് സംഭവിച്ചു, ഹോസ്പിറ്റലൈസ് ചെയ്യപ്പെടുന്ന സമയത്ത് നിങ്ങളുടെ അഭാവത്തില് എന്താണ് നിങ്ങളുടെ കുടുംബത്തിന് നഷ്ടപ്പെട്ട വരുമാനത്തിന് പകരമായിട്ട് ഒരു നിശ്ചിത തുക എന്തായിട്ട് കൊടുക്കുകയാണ്? ലംസം എമൗണ്ട് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. അത് എല്ലാ ഹെൽത്ത് ഇൻഷുറൻസിനകത്തില്ല. അതായത് വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാനുകൾക്കൊക്കെ ആ രീതിയിലുള്ള കവറേജ് കൊടുക്കുന്നുണ്ട്. അതാണ് ഇൻകം ബെനിഫിറ്റ് എന്ന് പറയുന്നത്. നിങ്ങളുടെ അഭാവത്തില് നഷ്ടപ്പെട്ട വരുമാനത്തിന് പകരമായിട്ട് കുടുംബത്തിന് ഒരു നിശ്ചിത തുക എന്തായിട്ട് കൊടുക്കുകയാണ്? എമൗണ്ട് ആയിട്ട്, ലംസം എമൗണ്ട് ആയിട്ട് കൊടുക്കുന്ന ആ രീതിയിലുള്ള ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാനുകളും ഉണ്ട്. ക്ലിയർ ആയോ പറഞ്ഞത്? അപ്പൊ നിങ്ങൾ പോയിന്റുകൾ മാത്രം പഠിച്ചു വെച്ചാൽ മതി കേട്ടോ. നമ്മളിപ്പോ എന്താ പഠിച്ചത്? ഒരു ഹെൽത്ത് ഇൻഷുറൻസില് കവർ ചെയ്തു പോകുന്ന എക്സ്പെൻസസുകൾ എന്തൊക്കെയാണ് എന്ന് പറഞ്ഞാൽ ഏത് ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാനിലും ഈ പറയുന്ന എല്ലാ എക്സ്പെൻസും എന്ന് എന്നല്ല ഞാൻ പറഞ്ഞിട്ട് അത് ഓരോ പ്ലാനിന്റെ അനുസരിച്ച് വ്യത്യാസമുണ്ട്. എന്തൊക്കെ ചെലവുകളുണ്ട്? പൊതുവെ ഇൻപേഷ്യന്റ് ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസസ്, അതുപോലെ പ്രീ ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസസ്, പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസസ്, ആംബുലൻസ് എക്സ്പെൻസസ്, അല്ലെ? അതുപോലെ തന്നെ ഡേ കെയർ ട്രീറ്റ്മെന്റ്, ഡേ ടു ഡേ ഹോസ്പിറ്റൽ ക്യാഷ്, ഇൻകം ബെനിഫിറ്റ്, ഇങ്ങനെയൊക്കെ വരുന്ന എക്സ്പെൻസുകളൊക്കെ ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാനുകളിൽ പൊതുവായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? കവർ ചെയ്യുന്നുണ്ട്. ഓക്കെ, ക്ലിയർ ആണോ പറഞ്ഞത്? ഓക്കെ ആണോ? നെക്സ്റ്റ് വരുന്നത് കേട്ടോ. അടുത്ത നമുക്ക് നോക്കാം. ദ ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ അഥവാ IRDAI has a list of diseases or medical conditions that are not covered under the health insurance. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കണേ. ആദ്യം തന്നെ നിങ്ങൾ പഠിക്കേണ്ടത് IRDAI ഫുൾ ഫോം ഇപ്പൊ തന്നെ പഠിച്ചു വെക്കണം കേട്ടോ. IRDAI ഫുൾ ഫോം ചോദിച്ചിട്ടുണ്ട്. എന്താണ്? ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ എന്നാണ് കേട്ടോ. എന്താണ്? ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ. IRDAI എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ഇന്ത്യയില് നമ്മുടെ ഇൻഷുറൻസ് ഇൻഡസ്ട്രി ഉണ്ടല്ലോ, ആ ഒരു ഇൻഷുറൻസ് ഇൻഡസ്ട്രീനെ റെഗുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് കേട്ടോ IRDAI എന്ന് പറയുന്നത്. ഓക്കെ, ഒരു 2 മിനിറ്റ് എനിക്ക് സമയം തന്നോട്ട്. എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട് തോന്നുന്നു. ഒരു മിനിറ്റ് കേട്ടോ.
തുടങ്ങാം. ഓക്കെ. ചെറിയൊരു ജലദോഷമൊക്കെ ഉണ്ട്. ഇത് ഭയങ്കര ഒരു സഫോക്കേഷൻ, കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ക്ലാസ്സിൽ വരുന്നുണ്ട്. അപ്പൊ അതായത് ഒരു ബുദ്ധിമുട്ട് പോലെ, എന്താ പറയുക, ഒരു ശ്വാസം മുട്ടുന്ന പോലത്തെ ഒരു അവസ്ഥ, സഫോക്കേഷൻ ഫീൽ ചെയ്യും. ഓക്കെ, അപ്പൊ നോക്കാം. IRDA കേട്ടോ. IRDAയുടെ ഫുൾ ഫോം നിങ്ങൾ പഠിച്ചു വെക്കുക. മെഡിസിൻ കഴിക്കാനായിട്ട് ഞാൻ ഡോക്ടറെ ഒന്നും കണ്ടിട്ടില്ല, പക്ഷെ ഇങ്ങനെ പോവാണെങ്കിൽ ചിലപ്പോൾ കഴിക്കേണ്ടി വരും, ഡോക്ടറെ കാണേണ്ടി വരും. അപ്പൊ നോക്ക്, 2-3 ദിവസമായി അടുപ്പിച്ച് ഇങ്ങനെ ക്ലാസ്സുകൾ വരുമ്പോഴേ ഒരു 3 മണിക്കൂർ അടുപ്പിച്ച് നമ്മളിങ്ങനെ നിർത്താണ്ട് സംസാരിക്കുമ്പോഴേ നമുക്കൊരു വല്ലാത്ത ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട്. IRDAയുടെ ഫുൾ ഫോം പഠിച്ചു വെക്കുക കേട്ടോ. ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ഇന്ത്യയിലെ ഇൻഷുറൻസ് ഇൻഡസ്ട്രിയെ റെഗുലേറ്റ് ചെയ്യുന്നതിനായിട്ടുള്ള ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് കേട്ടോ IRDA എന്ന് പറയുന്നത്. അപ്പൊ ഈ പറയുന്ന IRDA പറയുന്നത് ഒരു ചില കണ്ടീഷൻസിനെ, അതായത് ചില മെഡിക്കൽ കണ്ടീഷൻസ്, ചില ഡിസീസുകൾ അവരെ ചെയ്തിട്ടുണ്ട്, ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. ഈ ലിസ്റ്റ് ഔട്ട് ചെയ്യപ്പെടുന്ന അസുഖങ്ങൾക്ക് പൊതുവെ എന്ത് ലഭിക്കുന്നില്ല? ഹെൽത്ത് ഇൻഷുറൻസ് കവറേജ് ലഭിക്കുന്നില്ല. അതിന് മനസ്സിലായോ? അതായത് സാധാരണ ഒരു ഹെൽത്ത് ഇൻഷുറൻസിൽ കവർ ചെയ്യപ്പെടാത്ത ചില മെഡിക്കൽ കണ്ടീഷൻസ് അല്ലെങ്കിൽ ചില ഡിസീസുകളെ ആര് ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്? IRDA ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ചില മെഡിക്കൽ കണ്ടീഷൻസ് ആണ് അവിടെ പറഞ്ഞിരുന്നത്. ഇതെന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്? നമ്മൾ പഠിച്ച എക്സ്ക്ലൂഷൻസ് ആണ്. എക്സ്ക്ലൂഷൻ നമ്മൾ പറഞ്ഞില്ലേ? അതായത് പൊതുവെ ഒരു ഹെൽത്ത് ഇൻഷുറൻസിൽ കവർ ചെയ്യപ്പെടാത്ത ചില കാര്യങ്ങൾ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. അതിന് നമ്മൾ എക്സ്ക്ലൂഷൻ എന്നാണ് പറയുന്നത്, അല്ലെ? അപ്പൊ അത്തരത്തിലുള്ള ചില എക്സ്ക്ലൂഷൻ കണ്ടീഷൻസ് ആണ് അവിടെ കൊടുത്തേക്കുന്നത്. അത് ഇമ്പോർട്ടന്റ് ആയിട്ട് തന്നെ നോക്കി വെക്കണം കേട്ടോ. കവർ ചെയ്യപ്പെടാത്ത സാഹചര്യങ്ങൾ താഴെ തന്നിരിക്കുന്നതിൽ ഏതാണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റണം. ഓക്കെ, അപ്പൊ നോക്കാം. ഒന്നാമത്തത് കേട്ടോ, കോസ്മെറ്റിക് സർജറീസ് കേട്ടോ. അതായത് കോസ്മെറ്റിക് സർജറി എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാലോ, അതായത് നമ്മൾ സാധാരണ ഭംഗി കൂട്ടുന്നതിനൊക്കെ വേണ്ടിയിട്ട് ചെയ്യുന്ന സർജറികളാണ്. ഒരു ആവശ്യമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, അല്ലെ? കാര്യം എന്താണ്? നമ്മുടെ അഭംഗി കുറയ്ക്കാൻ, ഭംഗി കൂട്ടുന്നതിനൊക്കെ വേണ്ടി ചെയ്യുന്നതാണ്, അല്ലെ? അപ്പൊ അത്തരത്തിലുള്ള കോസ്മെറ്റിക് സർജറികൾക്ക് എന്ത് ലഭിക്കുന്നില്ല? ഹെൽത്ത് ഇൻഷുറൻസിൽ കവറേജ് കൊടുക്കുന്നില്ല. മറ്റുള്ള അസുഖങ്ങൾക്കൊക്കെ നിങ്ങൾക്കൊക്കെ തരും, പക്ഷെ എന്തിന് തരില്ല? കോസ്മെറ്റിക് സർജറിക്ക് കവറേജ് കൊടുക്കുന്നില്ല. ഓർത്തു വെക്കണം കേട്ടോ. അതുപോലെ തന്നെ IVF ആൻഡ് ഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റ് കേട്ടോ. IVF ആൻഡ് ഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റ്, IVF അറിയാലോ, ഇൻ വിട്രോ ഫെർട്ടിലൈസേഷൻ, വന്ധ്യതാ ചികിത്സ, അല്ലെ? IVF ട്രീറ്റ്മെന്റ്, അങ്ങനെയുള്ള ഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റുകൾക്കൊന്നും എന്തിൽ കൊടുക്കുന്നില്ല? ഇൻഷുറൻസ് കവറേജ് കൊടുക്കുന്നില്ല. ഓക്കെ, പിന്നെ മൂന്നാമത്തെ എന്താണ്? പ്രഗ്നൻസി ആൻഡ് അബോർഷൻ, അല്ലെ? പ്രഗ്നൻസി ആൻഡ് അബോർഷൻ, പ്രഗ്നൻസിക്ക് ഗർഭധാരണത്തിന്, ഗർഭഛിദ്രം, അബോർഷൻ ഒക്കെ സംഭവിക്കുകയാണെങ്കിൽ അതിനും എന്ത് കൊടുക്കുന്നില്ല? ഇൻഷുറൻസ് കവറേജ് കൊടുക്കുന്നില്ല കേട്ടോ. പൊതുവെ ഇൻഷുറൻസിൽ കവർ ചെയ്യപ്പെടാത്ത ചില സാഹചര്യങ്ങളാണ് ഈ പറയുന്നത് കേട്ടോ. പിന്നെ വരുന്നത് മിസ്ലേനിയസ് ചാർജസ് ആണ്. മിസ്ലേനിയസ് ചാർജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മറ്റു ചാർജ് എന്ന് പറഞ്ഞാൽ രജിസ്ട്രേഷൻ ചാർജുകള്, അതുപോലെ നമ്മുടെ ഫുഡ് ആൻഡ് ബിവറേജസിന് നോൺ മെഡിക്കൽ എക്സ്പെൻസ് ആണ് കേട്ടോ. നോൺ മെഡിക്കൽ ആയിട്ടുള്ള എക്സ്പെൻസ്, മെഡിക്കൽ അല്ലാത്ത എക്സ്പെൻസുകൾ വരികയെ നമ്മളെ രജിസ്ട്രേഷൻ ചാർജുകൾ, അതുപോലെ ഫുഡ് ആൻഡ് ബിവറേജസിലൊക്കെ വരുന്ന ചാർജുകള്, പിന്നെ നമ്മുടെ ഇന്റർനെറ്റ് അല്ലെങ്കിൽ നമ്മള് കോള്, കമ്പ്യൂട്ടർ, ഇന്റർനെറ്റും മറ്റൊക്കെ യൂസ് ചെയ്യില്ലേ, അതിനൊക്കെ വരുന്ന ചാർജുകള്, പിന്നെ ലോണ്ടറി, അങ്ങനെയുള്ള അങ്ങനത്തിനൊക്കെ വരുന്ന എന്ത് കിട്ടില്ല? ചാർജുകൾ അല്ലെങ്കിൽ കവറേജ് ഒന്നും എന്തിന് ലഭിക്കുന്നില്ല? ഈ പറയുന്ന ഹെൽത്ത് ഇൻഷുറൻസ് വേണ്ടിയിട്ട് കിട്ടുന്നില്ല. ഓക്കെ, അതാണ് അവിടെ മിസ്ലേനിയസ് ചാർജസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതാണ് കേട്ടോ. എന്ന് വെച്ചാൽ മറ്റുള്ളതാണ്, നോൺ മെഡിക്കൽ ആയിട്ട് വരുന്ന എക്സ്പെൻസുകളാണ് കേട്ടോ. അപ്പൊ അതിനൊന്നും ഇൻഷുറൻസ് പരിരക്ഷ കൊടുക്കുന്നില്ല. പിന്നെ വരുന്നത് അതർ ചാർജസ് ലൈക്ക് ഈ പറയുന്നു രജിസ്ട്രേഷൻ ചാർജസ്, അഡ്മിഷൻ ഫീസ്, സർവീസ് ചാർജസ് കണക്റ്റഡ് വിത്ത് മെഡിക്കൽ ട്രീറ്റ്മെന്റ് ആർ നോട്ട് കവേർഡ് അണ്ടർ ദ സർട്ടൻ ഹെൽത്ത് ഇൻഷുറൻസ് കേട്ടോ. അതോടൊപ്പം തന്നെ രജിസ്ട്രേഷൻ ചാർജുകൾ, അഡ്മിഷൻ ഫീസുകള്, പിന്നെ മെഡിക്കൽ ട്രീറ്റ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട ചില സർവീസ് ചാർജുകളൊക്കെ ഉണ്ടല്ലോ, അങ്ങനെയുള്ളതിനൊന്നും ചില ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാനിനകത്ത് അതിനുള്ള കവറേജ് കൊടുക്കുന്നുണ്ട്. ചിലതിന് കൊടുക്കുന്നില്ല. എന്താണ്? ചിലതിന് ചിലപ്പോൾ കൊടുക്കുന്നുണ്ടാവും കേട്ടോ. ഓക്കെ, പിന്നെ വരുന്നത് ഹെൽത്ത് സപ്ലിമെന്റ്സ് ആണ്. ഹെൽത്ത് സപ്ലിമെന്റ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഹെൽത്ത് കുറച്ചുകൂടെ കൂട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കഴിക്കുന്ന പ്രോട്ടീൻ ഷേക്കുകള്, അങ്ങനെയൊക്കെ കഴിക്കും. പ്രോട്ടീൻ ഷേക്ക് അല്ലെങ്കിൽ നമ്മൾ വൈറ്റമിൻസ് ഒക്കെ എടുക്കില്ല, വൈറ്റമിൻ സപ്ലിമെന്റ്സ് ഒക്കെ കഴിക്കുക, അങ്ങനെയുള്ളതിനുള്ള അത്തരത്തിലുള്ള ഹെൽത്ത് സപ്ലിമെന്റ്സിനൊക്കെയുള്ള എന്താണ് ആ ഒരു കവറേജ്, അതൊക്കെ വാങ്ങുന്നതിനുള്ള ആ ഒരു എക്സ്പെൻസോ കാര്യങ്ങളോ ഒന്നും
വഹിക്കാനായിട്ട് ഹെൽത്ത് ഇൻഷുറൻസ് കൊടുക്കുന്നില്ല, അതായത് കവറേജ് കൊടുക്കുന്നില്ല കേട്ടോ. പിന്നെ വരുന്നത് ഇൻ ഇന്ത്യ ഹെൽത്ത് സപ്ലിമെന്റ് എക്സ്പെൻസസ് ആൻഡ് പ്രോട്ടീൻ ഷേക്ക് എക്സ്പെൻസ് ആർ നോട്ട് കവേർഡ് ആൻഡ് ഹെൽത്ത് ഇൻഷുറൻസ് കേട്ടോ. ഇപ്പൊ പറഞ്ഞ കാര്യം തന്നെ, ഇപ്പൊ പ്രോട്ടീൻ ഷേക്കുകൾ അല്ലെങ്കിൽ മറ്റുള്ള ഹെൽത്ത് സപ്ലിമെന്റ്സിനായിട്ട് ഓൾറെഡി ഹെൽത്ത് ഉണ്ട്, കുറച്ചും കൂടെ അത് കൂട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കഴിക്കുന്ന സപ്ലിമെന്റ്സിനൊക്കെ വരുന്ന ചെലവുകളൊന്നും കവറേജ് ഇതിന് കിട്ടുന്നില്ല, ഹെൽത്ത് ഇൻഷുറൻസിനായിട്ട് കിട്ടുന്നില്ല. പിന്നെ വരുന്നത് ഇനി പറയുന്ന കണ്ടീഷൻ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. എന്താണ്? പ്രീ എക്സിസ്റ്റിംഗ് ഹെൽത്ത് കണ്ടീഷൻസ്. അതാണ് പ്രീ എക്സിസ്റ്റിംഗ് ഹെൽത്ത് കണ്ടീഷൻ, അതായത് മുൻപ് ഉണ്ടായിരുന്ന ചില എന്താ പറയാ ഹെൽത്ത് കണ്ടീഷൻസിനുള്ള കവറേജ് എന്തിൽ ലഭിക്കുന്നില്ല, ഹെൽത്ത് ഇൻഷുറൻസിൽ ലഭിക്കുന്നില്ല. അതെന്താ ഉദ്ദേശിക്കുന്നത്? അതായത് നമ്മൾ പോളിസി എടുത്ത ഉടനെ തന്നെ, പോളിസി എടുത്ത ഉടനെ തന്നെ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ പറയുന്ന ഇൻഷുറൻസ് കവറേജിന് വേണ്ടിയിട്ട് നമുക്ക് റിക്വസ്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല, ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കില്ല. നമ്മളിപ്പോ പോളിസി എടുത്തല്ല, പിന്നെ ഉടനടി തന്നെ നമുക്ക് ഒരു ക്ലെയിം കൊടുക്കാം, ഇൻഷുറൻസ് കവറേജ് കിട്ടുമെന്ന് അങ്ങനെ വിചാരിക്കരുത്. അതായത് ആ ഒരു പോളിസി എടുക്കുന്നതിന് മുൻപ് ഉണ്ടായിരുന്ന ചില അസുഖങ്ങൾക്ക് ഇത് ലഭിക്കില്ല, കവറേജ് ലഭിക്കില്ല. അത് പ്രത്യേകം ഓർക്കാം, പൂർണ്ണമായിട്ട് കിട്ടില്ല എന്നല്ല, അതിനൊരു വെയിറ്റിംഗ് പീരീഡ് വെക്കും, ഒരു വെയിറ്റിംഗ് പീരീഡ് വെക്കും, ഒരു നിശ്ചിത സമയപരിധി വെക്കും. ആ ഒരു സമയപരിധിക്കുള്ളിൽ അത്തരത്തിലുള്ള കണ്ടീഷൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കില്ല. അതേസമയം ആ ഒരു പീരീഡ് കഴിഞ്ഞു കഴിഞ്ഞാല്, വെയിറ്റിംഗ് പീരീഡ് കഴിഞ്ഞു കഴിഞ്ഞാല് നമ്മൾക്ക് ആ പറഞ്ഞ അസുഖങ്ങൾക്ക് എന്ത് ചെയ്യാം, ക്ലെയിം നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. പറഞ്ഞ മനസ്സിലായോ? അതാണ് ഇവിടെ പ്രീ എക്സിസ്റ്റിംഗ് ഹെൽത്ത് കണ്ടീഷൻ. അതായത് നമ്മൾ പോളിസി എടുക്കുന്നതിന് മുൻപുണ്ടായിരുന്ന ചില ഹെൽത്ത് കണ്ടീഷൻസിന് നമുക്ക് ഉടനടി കവറേജ് ലഭിക്കില്ല. ഉടനടി എന്നാണ് പറഞ്ഞത് കേട്ടോ, ആ വാക്കിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. ഉടനടി കവറേജ് ലഭിക്കില്ല എന്ന് പറഞ്ഞാല് കിട്ടില്ല എന്നല്ല പറഞ്ഞത്, അതിനൊരു വെയിറ്റിംഗ് പീരീഡ് വെക്കും. ആ ഒരു നിശ്ചിത കാലയളവിന് ശേഷം മാത്രമേ അത്തരം അസുഖങ്ങൾക്ക് നമുക്ക് എന്ത് ക്ലെയിം ചെയ്യാനായിട്ട് പറ്റുള്ളൂ, ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കൂ. പറഞ്ഞ മനസ്സിലായോ? അതാണ് പ്രീ എക്സിസ്റ്റിംഗ് ഹെൽത്ത് കണ്ടീഷൻസ്. അതായത് പോളിസി എടുക്കുന്നതിന് മുൻപ് ഉണ്ടായിരുന്ന ചില കണ്ടീഷൻസിന് എന്ത് ലഭിക്കുന്നില്ല, കവറേജ് ലഭിക്കുന്നില്ല കേട്ടോ. ഇതിൽ പറയുന്നുണ്ട്, നമുക്ക് വായിക്കാതെ, diseases which are existing earlier are not covered under the health insurance right away. അല്ലെ, നമ്മൾ ആ പോളിസി ഇൻഷുറൻസ് പോളിസി എടുക്കുന്നതിന് മുൻപുണ്ടായിരുന്ന ചില ഹെൽത്ത് കണ്ടീഷൻസിന് ഉടനടി തന്നെ എന്ത് ലഭിക്കുന്നില്ല, പരിരക്ഷ ലഭിക്കുന്നില്ല. ഓക്കെ, some plans do not provide cover for the high blood pressure and diabetes, while many others do. ഇവ നമുക്ക് ഡയബറ്റീസ് ഉണ്ട്, ഷുഗർ ഉണ്ട്, കൊളസ്ട്രോൾ ഉണ്ട്. നമ്മൾ എന്ത് ചെയ്യാണ്, നാളെ പോയിട്ട് നമ്മളൊരു ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാൻ എടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ പറയാണ്, ഞാൻ ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാൻ എടുത്തിട്ടുണ്ട്, എനിക്ക് ഡയബറ്റിക് അല്ലെങ്കിൽ കൊളസ്ട്രോൾ ഒക്കെ ചെക്കിങ്ങിന് കാര്യങ്ങൾക്കൊക്കെയുള്ള കവറേജ് എനിക്ക് ഇൻഷുറൻസ് തരണം എന്ന് പറഞ്ഞ് നമുക്ക് ക്ലെയിം ചെയ്യാനായിട്ട് പറ്റില്ല. മനസ്സിലായോ? കാര്യം എന്താണ്? അത് നമുക്ക് ആ പോളിസി എടുക്കുന്നതിന് മുമ്പുണ്ടായിരുന്ന കണ്ടീഷനാണ്. അതിനൊരു വെയിറ്റിംഗ് പീരീഡ് അവർ പറയുന്നില്ല, അത് കഴിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അത് ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കൂ കേട്ടോ. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നോക്കൂ, സം പ്ലാൻസ് ഡു നോട്ട് പ്രൊവൈഡ് കവർ ഫോർ ഹൈ ബ്ലഡ് പ്രഷർ ആൻഡ് ഡയബറ്റീസ്. ഭയങ്കര ബ്ലഡ് പ്രഷർ, ഡയബറ്റീസ് അങ്ങനെ മുമ്പുണ്ടായിരുന്ന, അതായത് പോളിസി എടുക്കുന്നതിന് മുമ്പുണ്ടായിരുന്ന ചില കണ്ടീഷൻസ് നമുക്ക് എന്ത് കൊടുക്കുന്നില്ല, കവറേജ് കൊടുക്കുന്നില്ല. ഇൻഷുറർ ആരാണ്? കമ്പനിയാണ് അല്ലെ. ഓക്കെ, the insurer will provide a duration after which the claims for the three existing health conditions can be made. അതാണ് ഞാൻ ഈ പറഞ്ഞ കണ്ടീഷൻ. അതായത് ഇൻഷുറർ, ദാറ്റ് മീൻസ് ഇൻഷുറൻസ് കമ്പനി എന്ത് ചെയ്യിച്ചാല് ഒരു വെയിറ്റിംഗ് പീരീഡ് വെക്കും, ഒരു ടൈം പീരീഡ് അവർ വെക്കും. ആ ഒരു കാലയളവിന് ശേഷം മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അതിന് വേണ്ടിയിട്ട് ക്ലെയിം ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് കേൾക്കാം. അതായത് നിങ്ങളിപ്പോ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാൻ എടുക്കുകയാണ് കേട്ടോ, നിങ്ങൾ ഇന്നൊരു ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാൻ എടുക്കുകയാണ്. ആ ഹെൽത്ത് ഇൻഷുറൻസ് ഒരു 30 ദിവസത്തെ, ഒരു 30 ഡേയ്സ് വെയിറ്റിംഗ് പീരീഡുള്ള ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാൻ നിങ്ങൾ എടുക്കുകയാണ്. അതായത് സാധാരണ നമുക്ക് എന്തെങ്കിലും അസുഖങ്ങളോ ബുദ്ധിമുട്ടുകളൊക്കെ വന്നു കഴിഞ്ഞാലുള്ള എക്സ്പെൻസുകളൊക്കെ വഹിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഒരു 30 ദിവസം, ഒരു 30 ഡേയ്സ് വെയിറ്റിംഗ് പീരീഡുള്ള ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാൻ അല്ലെങ്കിൽ പോളിസി നിങ്ങൾ എടുക്കുകയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഈ 30 ദിവസമാണ് കേട്ടോ വെയിറ്റിംഗ് പീരീഡ് പറഞ്ഞിരിക്കുന്നത്. ഈ 30 ദിവസത്തിന് ഉള്ളില് നിങ്ങൾക്ക് ഒരു പനി വരികയാണ്, നിങ്ങൾക്ക് പനി വന്നു, വൈറൽ ഫീവർ വന്നു, നിങ്ങൾ ഹോസ്പിറ്റലൈസ് ചെയ്യപ്പെടാന്ന് വിചാരിച്ചത്. അപ്പൊ വരുന്ന മെഡിക്കൽ എക്സ്പെൻസുകൾ വഹിക്കാനായിട്ട് നിങ്ങൾക്ക് ഈ ഒരു പോളിസി ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കില്ല. പറഞ്ഞ മനസ്സിലാക്കാം, കാരണം 30 ദിവസമാണ് വെയിറ്റിംഗ് പീരീഡ് പറഞ്ഞിട്ടുള്ളത്. അതേസമയം ഈ 30 ദിവസത്തിന് ശേഷമാണ് നിങ്ങൾ ഹോസ്പിറ്റലൈസ് ചെയ്യപ്പെടുന്നതെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പൊ മനസ്സിലായോ പറഞ്ഞത്? മനസ്സിലായോ? മനസ്സിലായില്ലേ? ക്ലിയർ ആയില്ലേ? ഓക്കെ, അത്രയേ ഉള്ളൂ കേട്ടോ.
അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആ ഒരു ടൈം പീരീഡ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ക്ലെയിം ചെയ്യാനായിട്ട് പറ്റും. The waiting period depends on the insurer and it can be between 12 to 48 months. സാധാരണ വെയിറ്റിംഗ് പീരീഡ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് പൊതുവെ എത്രയെന്ന് വെച്ചാൽ 12 തൊട്ട് 48 മാസം വരെയാണ്. വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ ഒരു വർഷം തൊട്ട് 4 വർഷം വരെയൊക്കെയാണ് സാധാരണ ഇത് വെക്കുക, വെയിറ്റിംഗ് പീരീഡ് വെക്കുക കേട്ടോ. എല്ലാ അസുഖങ്ങൾക്കും അല്ല കേട്ടോ, അതിന്റെ പ്രത്യേകം പറയണം, എല്ലാ അസുഖങ്ങൾക്കും അല്ല. ചില അസുഖങ്ങൾക്ക് അങ്ങനെയാണ്, ഉടനടി തന്നെ നമുക്ക് പരിരക്ഷ കിട്ടില്ല. ആ ഒരു കാലയളവിന് ശേഷം മാത്രമേ അത്തരം അസുഖങ്ങൾക്ക് നമുക്ക് ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ അത് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. വെയിറ്റിംഗ് പീരീഡ് പൊതുവെ എത്ര നാളുകളാണ്? 12 to 48 months ആണ് പൊതുവായിട്ട് വരാറുള്ളത് കേട്ടോ. അടുത്തത് സെൽഫ് ഹാം. സെൽഫ് ഹാം നമ്മൾ പറഞ്ഞതാണ്. അതായത് നമ്മൾ സ്വയമായിട്ടുണ്ടാക്കുന്ന പരിക്കുകള് അല്ലെങ്കിൽ സ്വയമായിട്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾക്കൊന്നും ഇത് ലഭിക്കുന്നില്ല, ഹെൽത്ത് ഇൻഷുറൻസിൽ കവറേജ് കൊടുക്കുന്നില്ല. അതാണ് അവിടെ പറയുന്നത്. Health insurance also does not cover any injuries or medications rising from a person that causes themselves harm. അതായത് ഒരു വ്യക്തി സ്വമേധയാ വരുത്തുന്ന ചില പരിക്കുകൾക്ക് അല്ലെങ്കിൽ ഹെൽത്ത് കണ്ടീഷൻസിനൊന്നും ഇത് കൊടുക്കുന്നില്ല, ഹെൽത്ത് ഇൻഷുറൻസ് പരിരക്ഷ കൊടുക്കുന്നില്ല. അപ്പൊ നമ്മള് ലൈഫ് ഇൻഷുറൻസ് പോളിസി എടുത്തിട്ടുണ്ട്, നാളെ സൂയിസൈഡ് ചെയ്തിട്ട് സൂയിസൈഡ് ചെയ്യാന്ന് ആ പൈസക്ക് നമ്മുടെ ഫാമിലിക്ക് കിട്ടുന്ന വിചാരിച്ചാൽ നടക്കില്ല കേട്ടോ. കാരണം എന്താന്ന് വെച്ചാൽ അങ്ങനെയാണ്, സെൽഫ് ഹാമിന് എന്ത് കൊടുക്കുന്നില്ല, ഇൻഷുറൻസ് കവറേജ് കൊടുക്കുന്നില്ല. ക്ലിയർ ആയോ പറഞ്ഞത്? ഓക്കെയാണോ? ഈ പറയുന്നതൊക്കെ എന്താണ്? IRDAI ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുള്ള ചില കണ്ടീഷൻസ് ആണ്. എന്ത് കണ്ടീഷൻസ് ആണ്? ഹെൽത്ത് ഇൻഷുറൻസ് കവർ ചെയ്യപ്പെടാത്ത സാഹചര്യങ്ങളാണ്. ഇതൊക്കെ നമ്മൾ പറഞ്ഞത് കോസ്മെറ്റിക് സർജറീസ്, IVF ആൻഡ് ഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റ്, പ്രഗ്നൻസി ആൻഡ് അബോർഷൻ, മിസ്ലേനിയസ് ചാർജസ് ലൈക്ക് രജിസ്ട്രേഷൻ ചാർജ്, അഡ്മിഷൻ ഫീസ്, അങ്ങനെയൊക്കെ ഉള്ളത് കേട്ടോ. അതുപോലെ ഹെൽത്ത് സപ്ലിമെന്റ്സിന് കവറേജ് കിട്ടുന്നില്ല. പിന്നെ പ്രീ എക്സിസ്റ്റിംഗ് ഹെൽത്ത് കണ്ടീഷൻ, അവിടെ ഒരു ചെറിയൊരു എന്താ പറയുക, ഒരു ഇതുണ്ട്. അതായത് ഉടനടി പരീക്ഷ കിട്ടില്ലാതെ പറയുന്നുള്ളൂ കേട്ടോ. പക്ഷെ ഒരു വെയിറ്റിംഗ് പീരീഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? ക്ലെയിം ചെയ്യാനായിട്ട് പറ്റും. സാധാരണ വെയിറ്റിംഗ് പീരീഡ് എന്ന് പറഞ്ഞാൽ എത്ര നാളുകളാണ്? 12 to 48 months കേട്ടോ. അതുപോലെ തന്നെ സെൽഫ് ഹാം കേട്ടോ, സെൽഫ് ഹാമിനും കവറേജ് കിട്ടുന്നുണ്ട്. ഇത്രയും ഭാഗങ്ങളൊക്കെ ആണല്ലോ നമുക്ക് മനസ്സിലായല്ലോ. ഒന്ന് വായിക്കാമോ? ഇതുവരെ എടുത്ത ഭാഗങ്ങൾ വരെ ഒന്ന് വായിക്കും കേട്ടോ. ഒന്ന് ജസ്റ്റ് വായിക്കൂ. ഞാൻ പോളിസി എടുത്തിട്ടില്ല. വിചാരിക്കല്ലേ ഞാൻ ഇതൊക്കെ ഇങ്ങനെ വലിയ കാര്യത്തിൽ നിങ്ങളോട് പോളിസി എടുക്കണം എന്നാണ് പറഞ്ഞത്. ഞാൻ എടുത്തിട്ടില്ല. ഞാൻ എടുക്കേണ്ടി വരും. അയ്യോ അതൊന്നും അറിയില്ല ലോണ, എനിക്ക് അതിനെ പറ്റി ധാരണയൊന്നും കേട്ടോ. ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാൻസിനെ പറ്റി എനിക്ക് ധാരണയില്ല. അത് നിങ്ങൾ വേറെ ഏതെങ്കിലും ഇൻഷുറൻസ് ഏജൻസി ഒക്കെ ആയിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ നല്ല ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാനുകളൊക്കെ അറിയാൻ പറ്റും കേട്ടോ. 6th പോയിന്റ് ആരാണ് ചോദിച്ചത്? 1, 2, 3, 4, 5, 6 അല്ലെ? ഹെൽത്ത് സപ്ലിമെന്റ്സ് കേട്ടോ. ഹെൽത്ത് സപ്ലിമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ആരോഗ്യം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കഴിക്കുന്ന സാധനങ്ങളില്ലേ? ഇപ്പൊ നമ്മൾ എന്തെങ്കിലും പ്രോട്ടീൻ ഷേക്ക് ഒക്കെ വാങ്ങിച്ച് കഴിക്കുക, അല്ലെങ്കിൽ നമ്മള് വൈറ്റമിൻ സപ്ലിമെന്റ്സ് ഒക്കെ കഴിക്കില്ലേ? ഇപ്പൊ എന്താ പറയാ, വൈറ്റമിൻ ഡി അങ്ങനെയുള്ള ടാബ്ലറ്റുകൾ എടുക്കുക, അങ്ങനത്തെയുള്ള ഹെൽത്ത് സപ്ലിമെന്റ്സ് ഒക്കെ വാങ്ങുന്നതിനുള്ള ചെലവുകളൊന്നും ഹെൽത്ത് ഇൻഷുറൻസ് പോളിസിക്കകത്ത് കിട്ടില്ല. പൊതുവെ പറയല്ലോ മെഡിക്കൽ എക്സ്പെൻസുകൾക്കൊക്കെ കിട്ടുമെന്ന് പറയും. പക്ഷെ നമ്മുടെ ഹെൽത്ത് സപ്ലിമെന്റ്സിനൊന്നും എന്ത് കിട്ടില്ല, അതിന് വേണ്ടി വരുന്ന ചെലവുകളൊന്നും കവർ ചെയ്യാനായിട്ട് ഹെൽത്ത് ഇൻഷുറൻസ് സാധിക്കില്ല കേട്ടോ. നമുക്കൊരു അപകടം സംഭവിക്കുകയാണ്, നമുക്കൊരു അസുഖം വരികയാണ്, അതിനൊക്കെ കവറേജ് കിട്ടും. അല്ലാണ്ട് ഈ കാര്യങ്ങൾ കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം, ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കോസ്മെറ്റിക് സർജറി എന്നൊക്കെ പറഞ്ഞ ആവശ്യമുള്ള കാര്യങ്ങളൊന്നും അല്ല അല്ലെ. അതൊക്കെ പറഞ്ഞ് എക്സ്ട്രാ നമ്മള് അല്ലാതെ ചെയ്യുന്ന കാര്യങ്ങളാണ്. അതിനൊക്കെ കവറേജ് കൊടുക്കാൻ തന്നെ കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. ഓക്കെ, ഇത് വായിക്കട്ടോ. വായിച്ചിട്ട് എന്തെങ്കിലും മനസ്സിലാവാത്തുണ്ടെങ്കിൽ പറയും.
ഓക്കെ, അപ്പൊ അടുത്തതിലോട്ട് പോവാം കേട്ടോ. നമുക്ക് നെക്സ്റ്റിലോട്ട് പോവാം. ഇതുവരെ ക്ലിയർ ആണല്ലോ? നിങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ? നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. The disease not covered under the waiting period. കേട്ടോ, എന്താണ് the diseases not covered under the waiting period? അതായത് വെയിറ്റിംഗ് പീരീഡ് സമയത്ത് കവർ ചെയ്യപ്പെടാത്ത അസുഖങ്ങളുടെ ലിസ്റ്റ് ആണ് അവിടെ കൊടുത്തത്. നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലെ, വെയിറ്റിംഗ് പീരീഡ് എന്താണെന്ന് നമുക്ക് മനസ്സിലായി അല്ലെ. നമ്മളൊരു ഈ പറയുന്ന ഒരു സ്പെസിഫിക് പീരീഡ് ഓഫ് ടൈം ആണ്. ആ ഒരു ടൈമില് നമ്മൾ പോളിസി എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ചില അസുഖങ്ങൾക്ക് ക്ലെയിം ചെയ്യാനായിട്ട് ആ ഒരു കാലയളവിൽ നമുക്ക് ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കില്ല. പക്ഷെ ആ ഒരു വെയിറ്റിംഗ് പീരീഡ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ക്ലെയിം ചെയ്യാം. അപ്പൊ അങ്ങനെ വരുന്ന അതിനെയാണ് ആ വെയിറ്റിംഗ് പീരീഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പൊ അത്തരത്തിൽ വെയിറ്റിംഗ് പീരീഡിൽ ഇരിക്കുന്ന ചില അസുഖങ്ങൾ എന്ന് പറഞ്ഞ് ഈ പറയുന്ന അസുഖങ്ങൾക്ക് ഒരു നിശ്ചിത കാലയളവ് വരെ നമുക്ക് ഉടനടി എന്ത് ലഭിക്കില്ല? പരിരക്ഷ ലഭിക്കില്ല. പക്ഷെ ആ ഒരു ടൈം കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ പറയുന്ന വെയിറ്റിംഗ് പീരീഡ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിനുള്ള ഒരു ക്ലെയിം നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ വരുന്ന കുറച്ച് അസുഖങ്ങൾ അവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. നമുക്കൊന്ന് വായിക്കാതെ. Even though most health insurance plans cover a vast majority of diseases, അതായത് മിക്കവാറും ഒരുവിധപ്പെട്ട അസുഖങ്ങൾക്കൊക്കെ കവറേജ് എന്ത് കൊടുക്കുന്നുണ്ട്? ഹെൽത്ത് ഇൻഷുറൻസ് കൊടുക്കുന്നുണ്ട്. There are some kinds of illness which are not covered for the first few years. അതേസമയം ചില അസുഖങ്ങൾ ആദ്യത്തെ കുറച്ച് വർഷങ്ങൾ നമുക്ക് എന്ത് കിട്ടില്ല? കവറേജ് നമുക്ക് ലഭിക്കില്ല, ഉടനടി നമുക്ക് പരിരക്ഷ ലഭിക്കില്ല. Given below is the list of diseases which are not covered under the health insurance but come with a waiting period. വെയിറ്റിംഗ് പീരീഡിൽ ഇരിക്കുന്ന അസുഖങ്ങളാണ് കേട്ടോ. എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന അസുഖങ്ങൾക്ക് ഞാൻ പറഞ്ഞ കാര്യം വീണ്ടും പറയാണ്, ഇത്തരം അസുഖങ്ങൾക്ക് ഒരു ടൈം വരെ ഒരു വെയിറ്റിംഗ് പീരീഡ് ഉണ്ട്. ആ നിശ്ചിത കാലയളവ് വരെ നമുക്ക് ഈ പറയുന്ന അസുഖങ്ങൾക്ക് ക്ലെയിം ചെയ്യാൻ, ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാൻ പറ്റില്ല. പക്ഷെ അത് കഴിഞ്ഞു കഴിഞ്ഞാൽ, ആ വെയിറ്റിംഗ് പീരീഡ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ വെയിറ്റിംഗ് പീരീഡിൽ ഇരിക്കുന്ന കുറച്ച് അസുഖങ്ങൾ അവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. അത് പ്രത്യേകം തന്നെ നോട്ട് ചെയ്ത് വെക്കാൻ അതിന് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് കേട്ടോ. ഒന്നാമത് നോക്കൂ, ഗ്യാസ്ട്രോ ഇൻറ്റെസ്റ്റൈനൽ അൾസേഴ്സ് കേട്ടോ. ഈ ദഹനനാളത്തിലൊക്കെ ഉണ്ടാകുന്ന അൾസറുകൾ, ക്യാൻസറസ് ഒക്കെ ആയിട്ടുള്ള അൾസറുകൾ കേട്ടോ, ഗ്യാസ്ട്രോ ഇൻറ്റെസ്റ്റൈനൽ അൾസേഴ്സ്. അതുപോലെ തന്നെ എനി ഫോംസ് ഓഫ് ഫിസ്റ്റുല കേട്ടോ, എനി ഫോംസ് ഓഫ് ഫിസ്റ്റുല. ഏത് തരത്തിലുള്ള ഫിസ്റ്റുല? ഫിസ്റ്റുല നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഫിസ്റ്റുല അല്ലെ, ഫിസ്റ്റുല മീൻസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അബ്നോർമൽ കണക്ഷൻ ആണ് കേട്ടോ. അബ്നോർമൽ ആയിട്ടുണ്ടാകുന്ന കണക്ഷൻ ആണ് ബിറ്റ്വീൻ ദ ഓർഗൻസ്. അതായത് ശരിക്കും ഇല്ലാത്തൊരു കണക്ഷൻ. എല്ലാ ഓർഗനുകൾ തമ്മിൽ ശരിക്കും അബ്നോർമൽ ആയിട്ടുണ്ടാവുന്ന ചില കണക്ഷൻസിനെയാണ് നമ്മൾ ഫിസ്റ്റുല എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അങ്ങനെ ഏത് തരത്തിലുള്ള ഫിസ്റ്റുലകളും അതിനകത്ത് വരുന്നുണ്ട്, എനി ഫോംസ് ഓഫ് ഫിസ്റ്റുല. അതുപോലെ തന്നെ ബിനൈൻ പ്രോസ്റ്റാറ്റിക് ഹൈപ്പർട്രോഫി കേട്ടോ, BPH എന്നാണ് പറയാ. ബിനൈൻ പ്രോസ്റ്റാറ്റിക് ഹൈപ്പർട്രോഫി. എന്താണ് ബിനൈൻ പ്രോസ്റ്റാറ്റിക് ഹൈപ്പർട്രോഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് പുരുഷന്മാരിൽ വരുന്നതാണ് കേട്ടോ. നമുക്കറിയാം പുരുഷന്മാരുടെ ആ ഒരു റിപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിന്റെ ഭാഗമാണ് പ്രോസ്ട്രേറ്റ് ഗ്ലാൻഡ് അല്ലെ. പ്രോസ്ട്രേറ്റ് ഗ്ലാൻഡിൽ കേട്ടിട്ടുണ്ട്. ഈ പ്രോസ്ട്രേറ്റ് ഗ്ലാൻഡ് ഒരു 40 വയസ്സിനൊക്കെ ചെയ്ത് പോകുമ്പോ പുരുഷന്മാരില് എന്ത് ഉണ്ടാവും? ഈ പ്രോസ്ട്രേറ്റ് ഗ്ലാൻഡിക്ക് വീക്കം ഉണ്ടാകാനായിട്ട് തുടങ്ങും. എല്ലാവർക്കും അല്ല, വീക്കം വരാം. അതായത് ഒരു അബ്നോർമൽ ആയിട്ട് വരുന്ന എൻലാർജ്മെന്റ് ആണ് ഓഫ് ദ പ്രോസ്ട്രേറ്റ് ഗ്ലാൻഡ് കേട്ടോ. പ്രോസ്ട്രേറ്റ് ഗ്ലാൻഡിക്ക് ഉണ്ടാവുന്ന ആ ഒരു ഇൻഫ്ലമേഷൻ, ആ ഒരു വീക്കം അതുണ്ടാവും. അതിനകത്തൊരു 90% എന്തായിരിക്കും? നോൺ ക്യാൻസറസ് ആയിരിക്കും. ക്യാൻസറസ് അല്ലാത്ത വീക്കമായിരിക്കും. പക്ഷെ ഒരു 10% ക്യാൻസറസ് ആയിട്ടുള്ള ഇൻഫ്ലമേഷൻസ് ഉണ്ടാവും. ഓക്കെ, ഇവിടെ പറയുന്ന ബിനൈൻ പ്രോസ്റ്റാറ്റിക് ഹൈപ്പർട്രോഫി എന്ന് പറയുന്നത് നോൺ ക്യാൻസറസ് ആയിട്ടുള്ള കേട്ടോ, നോൺ ക്യാൻസറസ് ആയിട്ടുള്ള പ്രോസ്ട്രേറ്റ് ഗ്ലാൻഡിൽ വരുന്ന വീക്കമാണ് കേട്ടോ. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ബിനൈൻ പ്രോസ്റ്റാറ്റിക് ഹൈപ്പർട്രോഫി. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് ഹെമറോയിഡ്സ് ആൻഡ് പൈൽസ് അല്ലെ. ഹെമറോയിഡ്സ് പൈൽസ് എന്നൊക്കെ അറിയാലോ. അതൊക്കെ ഈ പറയുന്ന പോലെ ഇത്തരം ഇൻഫ്ലമേഷൻസ് തന്നെയാണ് കേട്ടോ. അതുപോലെ പിന്നെ വരുന്നത് ഡിസ്ഫങ്ഷണൽ യൂട്രൈൻ ബ്ലീഡിംഗ് ആണ് കേട്ടോ. ഡിസ്ഫങ്ഷണൽ യൂട്രൈൻ ബ്ലീഡിംഗ്. യൂട്രൈൻ ബ്ലീഡിംഗ് മീൻസ് ഗർഭപാത്രത്തിൽ ഉണ്ടാകുന്ന ബ്ലീഡിംഗ് ആണ് കേട്ടോ. എന്ന് വെച്ചാൽ അബ്നോർമൽ ആയിട്ട് ഇറഗുലർ ആയിട്ടൊക്കെ വരുന്ന ബ്ലീഡിംഗ് ആണ്. പക്ഷെ നോട്ട് എ പാർട്ട് ഓഫ് ദ പ്രഗ്നൻസി, അല്ലെങ്കിൽ പ്രഗ്നൻസിയുടെ അല്ലെങ്കിൽ ഇൻഫെക്ഷന്റെയോ അങ്ങനെ ഭാഗമായിട്ട് വരുന്ന ബ്ലീഡിംഗ് അല്ല. അതല്ലാത്ത കാരണങ്ങൾ കൊണ്ട് വരുന്ന ബ്ലീഡിംഗ്, പ്രത്യേകിച്ച് യൂട്രസിലൊക്കെ ഉണ്ടാകുന്ന ബ്ലീഡിംഗ് കേട്ടോ. ഒരിക്കലും ഒരു പ്രഗ്നൻസിയുടെ പേരിലോ ഇൻഫെക്ഷന്റെ പേരിലോ വരുന്ന ബ്ലീഡിംഗ് അല്ല, അല്ലാതെ വരുന്ന ബ്ലീഡിംഗ് കേട്ടോ. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് ഡിസ്ഫങ്ഷണൽ യൂട്രൈൻ ബ്ലീഡിംഗ്. പിന്നെ വരുന്നത് കാറ്ററാക്ട് കേട്ടോ, തിമിര ശസ്ത്രക്രിയകളൊക്കെ ചെയ്യുന്നത്. പിന്നെ ഹെർണിയ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ, ഡയാലിസിസിനകത്ത് പഠിച്ചിട്ടുണ്ട്. കുടലിറക്കമാണ് കേട്ടോ. ഓക്കെയാണുള്ള ഫൈബ്രോയിഡ് പ്രോബ്ലം.
അടുത്തത് അഡിക്ഷൻ ട്രീറ്റ്മെന്റ്സ്. അറിയാലോ, അപ്പൊ നമുക്ക് ഈ പറയുന്ന ഡ്രഗ്സ്, ആൽക്കഹോൾസ്, അതിനൊക്കെ അഡിക്ഷൻ ട്രീറ്റ്മെന്റുകൾക്കൊന്നും എന്ത് കിട്ടുന്നില്ല. ഈ പറയുന്ന പോലെ ഉടനടി വെയിറ്റിംഗ് പീരീഡിലൊക്കെ ഇരിക്കുന്ന അസുഖങ്ങളാണ് കേട്ടോ. പിന്നെ വരുന്നത് ഡെന്റൽ ട്രീറ്റ്മെന്റ് ആണ്. ഡെന്റൽ ട്രീറ്റ്മെന്റിൽ പ്രത്യേകം അവർ പറയുന്നുണ്ട് അൺലെസ് ദ ഡെന്റൽ ഇൻഷുറി റിസൾട്ട്സ് ഫ്രം ആൻ ആക്സിഡന്റ് കേട്ടോ. അതായത് ആക്സിഡന്റ് അല്ലാത്ത കാരണങ്ങൾ കൊണ്ട് ഉണ്ടാവുന്നതിന് കിട്ടില്ല. ആക്സിഡന്റ് മൂലം ഉണ്ടാവുന്ന ഡെന്റൽ പ്രശ്നങ്ങൾക്ക് ഈ ഡെന്റൽ ഇൻഷുറിക്ക് കിട്ടും. ആക്സിഡന്റ് അല്ലാത്ത കാരണങ്ങൾ കൊണ്ടൊക്കെ ഡെന്റൽ പ്രോബ്ലംസ് വരും. ഇപ്പൊ നമ്മള് പല്ലൊക്കെ കേട് വന്ന റൂട്ട് കനാൽ അങ്ങനത്തെ ഇത് ചെയ്യില്ല. അതൊക്കെ ആക്സിഡന്റ് അല്ലാത്ത കാരണങ്ങൾ കൊണ്ട് വരുന്ന ഡെന്റൽ പ്രശ്നങ്ങളാണ്. അതിലൊന്നും എന്ത് കിട്ടില്ല, കവറേജ് കിട്ടില്ല. അതേസമയം ആക്സിഡന്റ് ഒക്കെ സംഭവിച്ച് നമുക്ക് പല്ലിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊക്കെ വന്നാൽ കിട്ടാം. അതാണ് അവിടെ എഴുതിയിട്ടുള്ളത്. ഡെന്റൽ ട്രീറ്റ്മെന്റ്സ് അൺലെസ് ദ ഡെന്റൽ ഇൻഷുറി റിസൾട്ട്സ് ഫ്രം ആൻ ആക്സിഡന്റ്. ആക്സിഡന്റ് അല്ലാത്ത കാരണങ്ങൾ മൂലം ഉണ്ടാവുന്ന ഡെന്റൽ ഇൻഷുറിക്കൊന്നും ട്രീറ്റ്മെന്റ്സിനൊന്നും എന്ത് കിട്ടുന്നില്ല, കവറേജ് കിട്ടുന്നില്ല. പിന്നെ വരുന്നത് ജനറ്റിക് ഡിസീസ് ഓർ കൺജെനിറ്റൽ കണ്ടീഷൻസ് ആണ് കേട്ടോ. എന്താണ് ജനറ്റിക് ഡിസീസ് ഓർ കൺജെനിറ്റൽ കണ്ടീഷൻസ്? ജനിതക വൈകല്യങ്ങള്, അതുപോലെ കൺജെനിറ്റൽ കണ്ടീഷൻ എന്ന് വെച്ചാൽ ബൈ ബർത്ത് കേട്ടോ, ജന്മനാ ഉണ്ടാവുന്ന ചില വൈകല്യങ്ങള്, പ്രശ്നങ്ങള്, അങ്ങനെയുള്ളതിന് കിട്ടുന്നില്ല, കവറേജ് ഉടനടി കിട്ടുന്നില്ല. ഈ പറയുന്നതെല്ലാം തന്നെ വെയിറ്റിംഗ് പീരീഡിൽ ഇരിക്കുന്ന അസുഖങ്ങളാണ് എന്ന് പറഞ്ഞാല് ഇതിന് ഉടനടി കിട്ടില്ല എന്നേ പറഞ്ഞുള്ളൂ കേട്ടോ. ആ ഒരു വെയിറ്റിംഗ് പീരീഡ് ചിലപ്പോൾ ഒരു 12 to 48 months എത്ര വേണമെങ്കിലും ആ ഒരു പോളിസി എന്താ പറയാ ഇൻഷുറൻസ് പോളിസിക്ക് അനുസരിച്ച് അതിൽ എഴുതിയിട്ടുണ്ടാവും. ഇത്ര നാളെ വെയിറ്റിംഗ് പീരീഡ് ഉണ്ടെന്നുള്ളത് എഴുതിയിട്ടുണ്ടാവും. ആ വെയിറ്റിംഗ് പീരീഡ് കഴിഞ്ഞു കഴിഞ്ഞാൽ വേണമെങ്കിൽ നമുക്ക് ഈ പറയുന്ന അസുഖങ്ങൾക്ക് വേണ്ടിയിട്ട് ക്ലെയിം ചെയ്യാം. അല്ലാത്ത കാലയളവ് വരെ നമുക്ക് ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കില്ല. ഏതൊക്കെയാണ് അസുഖങ്ങള്? ഗാസ്ട്രോ ഇൻറ്റെസ്റ്റൈനൽ അൾസറുകള്, എനി ഫോംസ് ഓഫ് ഫിസ്റ്റുല, ബിനൈൻ പ്രോസ്റ്റാറ്റിക് ഹൈപ്പർട്രോഫി, ഹെമറോയിഡ്സ് ആൻഡ് പൈൽസ്, ഡിസ്ഫങ്ഷണൽ യൂട്രൈൻ ബ്ലീഡിംഗ്, കാറ്ററാക്ട്, ഹെർണിയ, അഡിക്ഷൻ ട്രീറ്റ്മെന്റ്, ഡെന്റൽ ട്രീറ്റ്മെന്റ്സ്, ജനറ്റിക് ഡിസീസ് ഓർ കൺജെനിറ്റൽ കണ്ടീഷൻസ്. ഓക്കെയാണ്? മനസ്സിലായോ? അടുത്തത് നെക്സ്റ്റിലോട്ട് പോവാം. അടുത്ത നമ്മൾ പഠിക്കുന്നത് ടൈപ്സ് ഓഫ് ഹെൽത്ത് ഇൻഷുറൻസ് കേട്ടോ. ഇനി നമ്മൾ പല ടൈപ്പ് ഹെൽത്ത് ഇൻഷുറൻസ് പഠിക്കാനായിട്ട് പോകണം. ഇതുവരെ നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിൽ ഓർത്ത് വെക്കാം. ടേംസുകളൊക്കെ പരിചയപ്പെട്ടു. ഹെൽത്ത് ഇൻഷുറൻസിന്റെ അഡ്വാൻറ്റേജ് നമ്മൾ മനസ്സിലാക്കി. പിന്നെ എന്താ പറയാ, ഹെൽത്ത് ഇൻഷുറൻസിൽ വരുന്ന കവർ ചെയ്യപ്പെടുന്ന എക്സ്പെൻസുകളൊക്കെ എന്തൊക്കെയാണ്, എക്സ്ക്ലൂഷൻസ് അല്ലെ, IRDA ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുള്ള എക്സ്ക്ലൂഷൻസ് എന്തൊക്കെയാണ്, വെയിറ്റിംഗ് പീരീഡ് എന്താണ്, വെയിറ്റിംഗ് പീരീഡിൽ ഇരിക്കുന്ന അസുഖങ്ങൾ എന്തൊക്കെയാണ്, ഇതുവരെയുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഹെൽത്ത് ഇൻഷുറൻസ് ആണ് കേട്ടോ. നമ്മൾ പലതരത്തിൽപ്പെട്ട ഹെൽത്ത് ഇൻഷുറൻസ് ആണ് കാണാനായിട്ട്. ഡിഫറെന്റ് ടൈപ്സ് ആണ്. അത് ഏകദേശം നമുക്കൊരു 5 കേട്ടോ. 5 പഠിക്കാനുള്ളത്. ഒന്ന് ഹോസ്പിറ്റലൈസേഷൻ കവർ, പിന്നെ ഹോസ്പിറ്റൽ ക്യാഷ് കവർ, പിന്നെ ക്രിട്ടിക്കൽ ഇൽനെസ് കവർ, പിന്നെ പേഴ്സണൽ ആക്സിഡന്റ് കവർ, ടോപ്പ് അപ്പ് കവർ. അപ്പൊ ഇതിനൊക്കെയുള്ള പല ടൈപ്പ് കവറേജ് ആണ് അത് കൊടുക്കുന്നത്. അങ്ങനെ ടൈപ്സ് ഓഫ് ഹെൽത്ത് ഇൻഷുറൻസ് കവറേജുകളാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. ഫസ്റ്റ് വരുന്നത് ഹോസ്പിറ്റലൈസേഷൻ കവർ. അതിപ്പോ പറയേണ്ട ആവശ്യമില്ല, നമുക്ക് പേര് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും അല്ലെ. ഹോസ്പിറ്റലൈസ് ചെയ്യപ്പെടുമ്പോൾ വരുന്ന എക്സ്പെൻസുകൾക്കുള്ള കവറേജ് ലഭിക്കും. ജസ്റ്റ് നമുക്കൊന്ന് വായിക്കാം. ഹോസ്പിറ്റലൈസേഷൻ കവർ provides to the insured a cover for all the expenses arising out of hospitalization owing to the treatment needed for illness or accident. അല്ലെ, അതായത് നമുക്ക് അസുഖം മൂലം അല്ലെങ്കിൽ ആക്സിഡന്റ് മൂലം കൊണ്ട് ട്രീറ്റ്മെന്റ് ആവശ്യമായിട്ട് വന്ന് നമ്മൾ ഹോസ്പിറ്റലൈസ് ചെയ്യപ്പെടുന്ന സാഹചര്യങ്ങളിൽ ഒരുവിധപ്പെട്ട എല്ലാ മെഡിക്കൽ എക്സ്പെൻസുകളും കവർ ചെയ്യുന്നതിനായിട്ട് സഹായിക്കുന്ന ഒരു പരിരക്ഷ. അതാണ് ഹോസ്പിറ്റലൈസേഷൻ കവർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. This is an indemnity cover which ensures make it good for the loss the insured is suffering from. അല്ലെ, അതായത് ശരിക്കും പറഞ്ഞാൽ ഇറ്റ് ഇസ് എൻ ഇൻഡെമിനിറ്റി കവർ. ഇൻഡെമിനിറ്റി എന്ന് പറഞ്ഞാൽ നഷ്ടപരിഹാരം എന്നുള്ള അർത്ഥമാണ് കേട്ടോ. ഇൻഡെമിനിറ്റി എന്ന് പറഞ്ഞാൽ നഷ്ടപരിഹാരം. ഇതൊരു നഷ്ടപരിഹാര കവറേജ് ആണ് ശരിക്കും. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ആ ഒരു രോഗി അനുഭവിച്ച ആ ഒരു നഷ്ടത്തിന് പകരമായിട്ട് അവർക്ക് കൊടുക്കുന്ന ഒരു നഷ്ടപരിഹാരം എന്നുള്ള രീതിയിലാണ് ഈ ഒരു കവറേജിനെ കാണുന്നത് കേട്ടോ. All the expenses are based on the details mentioned on required bills and hospital amounts. അപ്പൊ ഈ പറയുന്ന എല്ലാ എക്സ്പെൻസുകളും എന്തിനെ ബേസ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്? അതായത് ആ ഒരു ഹോസ്പിറ്റലിലെ ബില്ലുകൾ അല്ലെ, ആ ബില്ലുകള് മറ്റുള്ള ഹോസ്പിറ്റൽ ഡോക്യുമെന്ററിയിലൊക്കെ
ഡീറ്റെയിലിങ്ങും മറ്റും എടുത്തതിന് ശേഷം അതിനെ കണക്കാക്കിക്കൊണ്ട് അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ആ ഒരു നെറ്റ് എക്സ്പെൻസസ് നമ്മൾ അവിടെ കണക്കാക്കുന്നത് കേട്ടോ. അതാണ് അവിടെ പറയുന്നത്. ഓക്കെ, അതിനനുസരിച്ചിട്ടാണ് കവറേജ് കൊടുക്കുന്നത്. All the expenses are net based on the details mentioned on required dates and hospital document അവരുടെ ബില്ലുകളൊക്കെ പരിശോധിച്ച് മൊത്തത്തിലെ എല്ലാ ചെലവുകളും ഒക്കെ നോക്കിയതിനു ശേഷമാണ് ആ ഒരു കവറേജ് കൊടുക്കുന്നത് കേട്ടോ. ഈച്ച് കവർ കംസ് വിത്ത് ഇറ്റ്സ് ഓൺ കവറേജ്, എക്സ്ക്ലൂഷൻസ് ആൻഡ് ലിമിറ്റേഷൻ. ഓരോ കവറേജിനും അതിന്റേതായ ലിമിറ്റേഷൻസ് ഉണ്ട്, എക്സ്ക്ലൂഷൻസ് ഉണ്ട്. എല്ലാം ഒരുപോലെ ആയിരിക്കണമെന്നില്ല. കുറെ കാര്യങ്ങൾക്ക് കവറേജ് കിട്ടും, മറ്റു ചില കാര്യങ്ങൾക്ക് എന്തുണ്ടാവും, ലിമിറ്റേഷൻസ് ഉണ്ടാവും, എക്സ്ക്ലൂഷൻസും ഉണ്ടായിരിക്കും കേട്ടോ. ജസ്റ്റ് മനസ്സിലാക്കാം, ഹോസ്പിറ്റലൈസേഷൻ കവർ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് ഹെൽത്ത് ഇൻഷുറൻസ് കവറേജ് തന്നെയാണ്. അസുഖം മൂലം, ആക്സിഡന്റ് മൂലം നമ്മൾ ഹോസ്പിറ്റലൈസ് ചെയ്യപ്പെടുമ്പോൾ വരുന്ന മെഡിക്കൽ എക്സ്പെൻസുകളൊക്കെ മീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു കവറേജ് ആണ് കേട്ടോ ഹോസ്പിറ്റലൈസേഷൻ കവർ എന്ന് പറയുന്നത്. പേരിൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും. രണ്ടാമത്തതാണ് ഹോസ്പിറ്റൽ ക്യാഷ് കവർ. അതാണ് ഹോസ്പിറ്റൽ ക്യാഷ് കവർ. അത് പറയുമ്പോൾ കമ്പയർ ചെയ്ത് വേണം പറയാനായിട്ട്. നമ്മളിപ്പോ പറഞ്ഞ ഹോസ്പിറ്റലൈസേഷൻ കവർ ഉണ്ടല്ലോ, അതിനകത്ത് എല്ലാവിധ മെഡിക്കൽ എക്സ്പെൻസുകളും കവർ ചെയ്തിട്ടുണ്ട് അല്ലെ. അതിൽ വരാത്തത് എന്ന് വെച്ചാൽ അതിൽ കവർ ചെയ്യാത്ത മറ്റു പല എക്സ്പെൻസുകൾ വരില്ലേ. അതായത് കൂടുതലായിട്ടും നോൺ മെഡിക്കൽ ആയിട്ടുള്ള എക്സ്പെൻസുകളൊക്കെ വഹിക്കാനായിട്ടാണ് എന്ത് ഹെൽപ്പ് ചെയ്യുന്നത്, ഹോസ്പിറ്റൽ ക്യാഷ് കവർ ഹെൽപ്പ് ചെയ്യുന്നത്. പറഞ്ഞു മനസ്സിലായോ? ഹോസ്പിറ്റൽ ക്യാഷ് കവർ എന്ന് പറഞ്ഞത് നമ്മൾ മുമ്പ് പറഞ്ഞ ഹോസ്പിറ്റലൈസേഷൻ കവർ ഉണ്ടല്ലോ, അതിൽ മെഡിക്കൽ എക്സ്പെൻസുകളാണ് കവർ ചെയ്യുന്നത്. അതിൽ കവർ ചെയ്യപ്പെടാത്ത ചില കാര്യങ്ങളുണ്ട്, ദാറ്റ് മീൻസ് നോൺ മെഡിക്കൽ ആയിട്ട് വരുന്ന എക്സ്പെൻസുകളൊക്കെ കവർ ചെയ്യുന്നതിനായിട്ട് സഹായിക്കുന്നതാണ് ഹോസ്പിറ്റൽ ക്യാഷ് കവർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അത് പഠിക്കുമ്പോൾ അതിന് കമ്പയർ ചെയ്യുമ്പോൾ കേട്ടോ വായിക്കാൻ നമുക്ക് ഹോസ്പിറ്റൽ ക്യാഷ് കവർ അറ്റൻഡ്സ് ടു ദോസ് എക്സ്പെൻസസ്, അണ്ടർലൈൻ ചെയ്യാം, ടു ദോസ് എക്സ്പെൻസസ് വിച്ച് ആർ നോട്ട് കവേർഡ് under a pure hospitalization cover. Pure hospitalization cover ചെയ്യാത്ത എക്സ്പെൻസുകളാണ് ഇതിനകത്ത് കവർ ചെയ്യുന്നത്, ഹോസ്പിറ്റൽ ക്യാഷ് കവറിനകത്ത് വരുന്നത് അല്ലെ. Though hospitalization covers medical expenses, there are also incidental expenses which are non-medical in nature അല്ലെ. നമുക്കറിയാം നോൺ മെഡിക്കൽ ആയിട്ടുള്ള എക്സ്പെൻസുകൾ എന്ന് പറഞ്ഞാൽ ഇൻസിഡന്റൽ എക്സ്പെൻസുകളാണ് അല്ലെ. ആകസ്മികമായിട്ടൊക്കെ നമുക്ക് വരുന്ന ചില ചെലവുകളാണ്. പൊതുവെ നോൺ മെഡിക്കൽ എക്സ്പെൻസുകളായിരിക്കും. എക്സാമ്പിൾ ഒക്കെ നോക്കിക്കേ, എക്സ്പെൻസസ് ഡ്യൂ ടു ട്രാവലിംഗ് ടു ആൻഡ് ഫ്രം ദ ഹോസ്പിറ്റൽ അല്ലെ. നമുക്കിപ്പോ പെട്ടെന്ന് ഒരു ആവശ്യം വന്നു, ഹോസ്പിറ്റലിലേക്ക് പോകേണ്ടി വന്നു, അല്ലെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകേണ്ടി വരുന്നുണ്ട്. അപ്പൊ അപ്പോഴൊക്കെ വരുന്ന എക്സ്പെൻസുകൾ. അതുപോലെ തന്നെ സ്റ്റേ, നമുക്കിപ്പോ പെട്ടെന്ന് നമ്മൾ ഹോസ്പിറ്റലിൽ പോയി കണ്ടുവരാമെന്ന് വിചാരിച്ചു, പക്ഷെ അവിടെ പോയി കഴിഞ്ഞപ്പോ അഡ്മിറ്റ് ആവേണ്ടി വന്നു, സ്റ്റേ ചെയ്യേണ്ടതായിട്ട് വരുന്നു. അപ്പൊ എന്താണ്, ഇൻസിഡന്റൽ ആയിട്ട് വരുന്ന എക്സ്പെൻസസ് ആണ് അല്ലെ. അതുപോലെ സ്പെഷ്യൽ ഡയറ്ററി ഫുഡ് എക്സ്പെൻസ്, അപ്പൊ നമ്മൾ നിൽക്കുമ്പോ നമ്മൾ കഴിക്കുന്ന ഭക്ഷണ സാധനം, ഇതൊക്കെ എന്താണ്, നോൺ മെഡിക്കൽ എക്സ്പെൻസ് ആണ് അല്ലെ. നമ്മുടെ ട്രാവലിംഗ് എക്സ്പെൻസ് അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക ഡയറ്ററി ഫുഡ് എക്സ്പെൻസ് എന്നൊക്കെ പറയുന്നത് നോൺ മെഡിക്കൽ ആയിട്ടുള്ള എക്സ്പെൻസ്. അത് വഹിക്കാനായിട്ട് സഹായിക്കുന്നതാണ് ഹോസ്പിറ്റൽ ക്യാഷ് കവർ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ ആണോ? മനസ്സിലായോ? ഹോസ്പിറ്റലൈസേഷൻ കവറും ഹോസ്പിറ്റൽ ക്യാഷ് കവറും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് ക്ലിയർ ആയി വെച്ചാൽ കേട്ടോ. അടുത്ത് വരുന്നത് ക്രിട്ടിക്കൽ ഇൽനെസ് കവർ ആണ് കേട്ടോ. ഇതാണ് ക്രിട്ടിക്കൽ ഇൽനെസ് കവർ. ക്രിട്ടിക്കൽ ഇൽനെസ് കവർ എന്ന് പറയുമ്പോൾ പേരിൽ തന്നെ കിടക്കുന്നുണ്ടല്ലോ, ഇതായിരിക്കും ഈ പറയുന്ന ക്രിട്ടിക്കൽ ആയിട്ട് വരുന്ന അസുഖങ്ങൾക്കൊക്കെ പരിരക്ഷ കൊടുക്കുന്ന അത്തരം ടൈപ്പ് ഓഫ് ഹെൽത്ത് ഇൻഷുറൻസ്, ക്രിട്ടിക്കൽ ആയിട്ട് വരുന്ന അസുഖങ്ങൾ അല്ലെ. ആ രീതിയിലുള്ള അസുഖങ്ങളായിട്ട് നോക്കുക. ക്രിട്ടിക്കൽ ഇൽനെസ് പോളിസി ഈസ് എ ബെനിഫിറ്റ് കവർ that covers the insured for any serious or critical illness. എക്സാമ്പിൾ പറയുന്നുണ്ട് ക്യാൻസർ, പാരാലിസിസ്, അതുപോലെ തന്നെ മേജർ ഓർഗൻ ട്രാൻസ്പ്ലാന്റ് എക്സെട്ര, ഫോർ വിച്ച് ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസസ് may or may not be covered in a pure hospitalization cover. അതായത് നമുക്ക് ഗുരുതരമായിട്ട് വരുന്ന ചില പ്രത്യേകിച്ച് ക്യാൻസർ, അതുപോലെ തന്നെ പാരാലിസിസ്, തളർന്നു പോവുക, സ്ട്രോക്ക് ഒക്കെ വന്നിട്ട് പാരലൈസ് ചെയ്ത് പോകുന്ന ആളുകൾ ഉണ്ടായിരിക്കില്ല. ചില ഒരു വിഷമൊക്കെ തളർന്നൊക്കെ പോകും. പിന്നെ ജീവിതകാലം മുഴുവൻ അങ്ങനെ തളർന്ന് കിടക്കേണ്ട അവസ്ഥയൊക്കെ ഉണ്ട്. അതുപോലെ സ്പൈനൽ കോംപ്ലിക്കേറ്റഡ് സ്പൈനൽ സർജറി ഒക്കെ നടന്നിട്ട് തളർന്നു പോകുന്ന ആളുകളൊക്കെ ഉണ്ടായിരിക്കും അല്ലെ. അതുപോലെ തന്നെ മേജർ ആയിട്ടുള്ള ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ ഒക്കെ, കിഡ്നി മാറ്റിവെക്കുക, ഹാർട്ട് ട്രാൻസ്പ്ലാന്റ് ചെയ്യുക, അങ്ങനെയൊക്കെ നടത്തിയിട്ടുള്ള രോഗികൾ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ക്രിട്ടിക്കൽ ആയിട്ടുള്ള കണ്ടീഷൻസ് ആണ് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾക്കുള്ള പരിരക്ഷ കൊടുക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ഹെൽത്ത് ഇൻഷുറൻസ് ആണ് ക്രിട്ടിക്കൽ ഇൽനെസ് കവർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നോക്കുക, ഫോർ വിച്ച് ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസ്, ഇതിനകത്ത് ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസിൽ വഹിക്കുന്നത് ഉണ്ടാവാം കേട്ടോ. അതിനകത്ത് കവർ ചെയ്യുന്നത് ഉണ്ടാവാം, കവർ ചെയ്യപ്പെടാത്തത് ഉണ്ടാവാം. അത് നോക്കണ്ട. ഏറ്റവും ക്രിട്ടിക്കൽ ആയിട്ടുള്ള അവസ്ഥകൾക്ക് കവറേജ് കൊടുക്കുന്ന ഹെൽത്ത് ഇൻഷുറൻസ് പോളിസിയാണ്.
അപ്പൊ നോക്കുക, some grave illnesses may need prolonged recovery which requires the additional cost such as incidental expenses, possible loss of income or structural changes in the family. അപ്പൊ നമ്മള് ക്രിട്ടിക്കൽ ഇൽനെസ് കവർ എന്ന് പറയുമ്പോൾ അതിനൊരു പ്രാധാന്യമുണ്ട്. എന്താന്ന് വെച്ചാല് വളരെ ഗുരുതരമായിട്ടുള്ള അസുഖങ്ങളൊക്കെ വന്നു കഴിഞ്ഞാല് അതിന് റിക്കവർ ചെയ്ത് വരുന്നതിനായിട്ട് ഒരുപാട് താമസം എടുക്കും അല്ലെ. പ്രത്യേകിച്ച് ഇത് സംഭവിക്കാൻ നമുക്ക് ഒരുപാട് കോസ്റ്റുകൾ അവിടെ വരും, ഇൻസിഡന്റൽ കോസ്റ്റുകൾ വരും, ധാരാളമായിട്ട് ഇൻസിഡന്റൽ എക്സ്പെൻസുകൾ വരും. അതുപോലെ തന്നെ ഇപ്പൊ നമ്മള് ആ ഒരു വീട്ടിലെ വരുമാനം സോഴ്സ് ഓഫ് ഇൻകം ആയിട്ടുള്ള ഒരു വ്യക്തിക്കാണ് ഇതുപോലെ ഒരു ക്രിട്ടിക്കൽ ഇൽനെസ് വരുന്നതെങ്കിൽ ആ ഒരു വ്യക്തിയുടെ പ്രശ്നങ്ങൾ മൂലം ആ കുടുംബത്തിന്റെ വരുമാനം നഷ്ടപ്പെടും അല്ലെ. അതുപോലെ തന്നെ അത് ഫാമിലിയുടെ സ്ട്രക്ചറിനെ തന്നെ മാറ്റി മാറ്റും. അതുകൊണ്ട് ക്രിട്ടിക്കൽ ഇൽനെസ് കവർ എന്ന് പറയുന്നത് ഒരു എന്താ പറയാ ഒരു പ്രധാനപ്പെട്ട നല്ലൊരു ഹെൽത്ത് ഇൻഷുറൻസ് ടൈപ്പാണ്. കാര്യം ആർക്ക് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും ക്രിട്ടിക്കൽ ആയിട്ടുള്ള എന്തെങ്കിലും സിറ്റുവേഷൻസ് വന്നു കഴിഞ്ഞാല് അതുമൂലം നമുക്കോ നമ്മുടെ കുടുംബത്തിന് ബുദ്ധിമുട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള കവറേജ് മറ്റുമൊക്കെ കൊടുക്കുന്നത് കേട്ടോ. ഓക്കെ, ക്ലിയർ ആയല്ലോ. അടുത്തത് വരുന്നതാണ് പേഴ്സണൽ ആക്സിഡന്റ് കവർ കേട്ടോ. ഇതാണ് പേഴ്സണൽ ആക്സിഡന്റ് കവർ. ആക്സിഡന്റ് കവർ അല്ലെ, പേരില് കിടപ്പുണ്ട് അല്ലെ. ആക്സിഡന്റ് ഒക്കെ സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ വരുന്ന ബുദ്ധിമുട്ടുകൾക്ക് അത്തരം ചെലവുകളെയൊക്കെ കവർ ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ഹെൽത്ത് ഇൻഷുറൻസ് ആണ് അല്ലെ. ഓക്കെ, നോക്കാം. Accident policy covers the insured for expenses liable to be paid only on account of accident. ഓക്കെ, അതുകൊണ്ടാണ് പേരിൽ തന്നെ ആക്സിഡന്റ് കവർ എന്ന് വന്നത് കേട്ടോ. ആക്സിഡന്റ് മൂലം ഉണ്ടാകുന്ന ചെലവുകൾക്ക് അല്ലെങ്കിൽ നഷ്ടങ്ങൾക്കൊക്കെ എന്താണ് കവറേജ് കൊടുക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ഹെൽത്ത് ഇൻഷുറൻസ് ആണ് കേട്ടോ ഇത്. ദിസ് ഈസ് എ ബെനിഫിറ്റ് പ്ലാൻ ഇൻ വിച്ച് ദ ഓപ്റ്റഡ് കവർ ഇസ് പെയ്ഡ് ആസ് എ ലംപ് സം ബേസ്ഡ് ഓൺ ദ ഡിഗ്രി ഓഫ് ഡിസേബിലിറ്റി ആൻഡ് ഓർ ഡെത്ത് കേട്ടോ. അപ്പൊ ഇവിടെ നമ്മൾ അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ അതിന്റെ വ്യാപ്തിക്ക് അനുസരിച്ചു അപകടം സംഭവിച്ചു, നമുക്ക് എന്തെങ്കിലും വൈകല്യങ്ങൾ ഉണ്ടായിരുന്നു, നമ്മുടെ കയ്യോ കാലോ ഒക്കെ നഷ്ടപ്പെട്ടു. അപ്പൊ അങ്ങനെയുള്ള ആ ഒരു അപകടത്തിന്റെ വ്യാപ്തി അതിന്റെ തീവ്രതയ്ക്ക് അനുസരിച്ചു കൊണ്ടാണ് അവിടെ ഒരു തുക ഒരു ലക്സം എമൗണ്ട് ആയിട്ടാണ് കൊടുക്കുന്നത്. ലക്സം എന്ന് പറഞ്ഞാൽ ഒറ്റ തവണയായിട്ട് കൊടുക്കുന്ന എമൗണ്ട് ആണ് കേട്ടോ. അതായത് നമ്മൾ ഇൻസ്റ്റാൾമെന്റ് അല്ലാതെ ഒറ്റ തവണയായിട്ട് ഒറ്റ തുകയായിട്ട് നമ്മൾ കൊടുക്കൂലേ, അതിനെയാണ് പറയുന്നത് ലക്സം എന്ന് പറയുന്നത് കേട്ടോ. അപ്പം നമുക്ക് ആ ഒരു സംഭവിച്ച അപകടത്തിന്റെ വ്യാപ്തി അതിന്റെ തീവ്രതയ്ക്ക് അനുസരിച്ച് കൊണ്ട് ആണ് എന്ത് കൊടുക്കുന്നത്, ഒരു ലക്സം എമൗണ്ട് ആയിട്ടാണ് ഈ പറയുന്ന പേഴ്സണൽ ആക്സിഡന്റൽ കവർ കൊടുക്കുന്നത്, നഷ്ടപരിഹാരം കൊടുക്കുന്നത്. അടുത്തത് വരുന്നതാണ് ഇത് ടോപ്പ് അപ്പ് കവർ. ഇതാണ് ടോപ്പ് അപ്പ് കവർ. ടോപ്പ് അപ്പ് ചെയ്യാന്ന് കേട്ടിട്ടില്ലേ, പണ്ടത്തെ നമ്മൾ പറയുമ്പോൾ ടോപ്പ് അപ്പ് ചെയ്യാന്ന് വെച്ചാൽ എന്താണ്, നിലവിലുള്ള ഹെൽത്ത് ഇൻഷുറൻസ് പോളിസിയുടെ പരിമിതിക്ക് അപ്പുറത്തേക്ക് ചെലവുകൾ വരുമ്പോ അതിന്റെ പരിധിക്ക് അപ്പുറത്തേക്ക് ചെലവുകൾ വരുമ്പോ അപ്പൊ നമ്മളെ സഹായിക്കുന്നത് ഇത്തരത്തിലുള്ള ടോപ്പ് അപ്പ് കവർ എന്ന് പറയുന്നത്. ടോപ്പ് അപ്പ് ചെയ്യാം. ടോപ്പ് അപ്പ് ചെയ്യാന്ന് വെച്ചാൽ എന്താണ്, എക്സ്റ്റെൻഡ് ആഡ് ഓൺ ചെയ്യാന്നുള്ള അർത്ഥമാണ് അല്ലെ. അതായത് നമ്മളിപ്പോ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എടുത്തിട്ടുണ്ട്, ഒരു പരിധി ഉണ്ടാവുന്നുണ്ട്. നമ്മളൊരു 5 ലക്ഷത്തിന്റെ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പോളിസിയാണ് നമ്മൾ എടുക്കുന്നതെന്നില്ല. നമുക്ക് പെട്ടെന്ന് ഒരു അസുഖം വന്നു, നമ്മൾ ഹോസ്പിറ്റലൈസ് ചെയ്യപ്പെട്ടു, പെട്ടെന്ന് സർജറി മറ്റൊക്കെ വേണ്ടി വന്നു, 5 ലക്ഷത്തിൽ കൂടുതൽ നമുക്ക് ചെലവ് വന്നുകൊണ്ടിരിക്കട്ടെ. 5 ലക്ഷം വരെ നമുക്ക് ഈ പറയുന്ന ഇൻഷുറൻസിൽ കിട്ടും. 5 ലക്ഷത്തിന് അപ്പുറത്തേക്ക് നമുക്ക് ചെലവ് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും നമ്മള്, അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് ടോപ്പ് അപ്പ് കവറാണ്. എന്ന് പറഞ്ഞാല് നിലവിലുള്ള ഹെൽത്ത് ഇൻഷുറൻസ് പോളിസിയുടെ ഒരു ആഡ് ഓൺ കവറാണ്. അതിനോടുള്ള ഒരു കവർ. ഞാൻ പറഞ്ഞല്ലോ, നമുക്കൊരു അസുഖം വന്നു, 5 ലക്ഷത്തിന്റെ ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി നമ്മൾ എടുത്തിട്ടുണ്ട്, എല്ലാ ട്രീറ്റ്മെന്റുകളും എല്ലാം കഴിഞ്ഞു വന്നത് നമുക്ക് 8 ലക്ഷം രൂപ ചെലവായി ഇരിക്കട്ടെ. 5 ലക്ഷം രൂപ നമ്മുടെ പ്രൈമറി ഇൻഷുറൻസ് പ്ലാനിൽ ആദ്യം എടുത്ത ഇൻഷുറൻസ് പ്ലാനിന് 5 ലക്ഷം വരെ നമുക്ക് കിട്ടും. ബാക്കി 3 ലക്ഷം നമുക്ക് എന്ത് ചെയ്താൽ മതി, ടോപ്പ് അപ്പ് കവർ എടുത്തിട്ടുണ്ടെങ്കിൽ ടോപ്പ് അപ്പ് കവർ പ്ലാനിലൂടെ നമുക്ക് ബാക്കി 3 ലക്ഷം എന്ത് ചെയ്യാൻ പറ്റും, പേഡ് ചെയ്യാനായിട്ട് സാധിക്കും. മനസ്സിലായതോ? അത്രയും. അപ്പൊ നോക്കാം, a top up health cover is considered as an extension over your current health hospitalization policy. നിലവിലുള്ള നമ്മുടെ ഹോസ്പിറ്റലൈസേഷൻ പോളിസിയുടെ നമ്മള് പ്രൈമറി ഹെൽത്ത് പോളിസി, നമ്മൾ ആദ്യം എടുക്കുന്ന ഒരു ഹെൽത്ത് പോളിസി ഉണ്ടല്ലോ, ആ പോളിസിയുടെ എക്സ്റ്റൻഷൻ, അതിന്റെ ആഡ് ഓൺ ആണ് ടോപ്പ് അപ്പ് ഹെൽത്ത് കവർ എന്ന് പറയുന്നത്. ദിസ് പോളിസി ക്യാൻ ബി കൺസിഡർഡ് ആസ് an add on cover to your current hospitalization policy. ഞാൻ സംഭവം തന്നെയാണ്. In case of higher expenses due to illness or accidents, when the existing policy sum insured gets exhausted, നമുക്കൊരു ആക്സിഡന്റ് പറ്റി, നമുക്കൊരു അപകടം, അസുഖം വന്നു, അപ്പൊ നമ്മൾ നിലവിൽ എടുത്തിട്ടുള്ള ഒരു പോളിസി പ്രകാരമുള്ള എമൗണ്ടിന്റെ അകത്തേക്ക് വരികയാണ്. ആ ഒരു പരിധി കഴിഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നമ്മളെ സഹായിക്കുന്നത് എന്തായിരിക്കും, ടോപ്പ് അപ്പ് കവർ ടേക്സ് കെയർ ഓഫ് ദ എക്സ്ട്രാ.
എക്സ്ട്രാ എക്സ്പെൻസ് എടുക്കാൻ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നത് ഇത്തരത്തിലുള്ള ടോപ്പ് ഓഫ് കവർ കേട്ടോ. ക്ലിയർ ആയി പറഞ്ഞത്? സാധാരണ ഹെൽത്ത് ഇൻഷുറൻസ് എടുത്ത് അത്യാവശ്യം പൈസയുള്ള ആളുകൾക്കൊക്കെ ആണെങ്കിൽ ടോപ്പ് ഓഫ് കവർ ഒക്കെ എടുക്കാം അല്ലെ. അത്രയാണ് വരുന്നത് കേട്ടോ. അപ്പൊ ഇത് ഇത്രയാണ് ടൈപ്സ് ഓഫ് ഹെൽത്ത് ഇൻഷുറൻസ് വരുന്നത്. ഏതൊക്കെയാണ്? ഹോസ്പിറ്റലൈസേഷൻ കവർ, ഹോസ്പിറ്റൽ ക്യാഷ് കവർ, ക്രിട്ടിക്കൽ ഇൽനെസ് കവർ, പേഴ്സണൽ ആക്സിഡന്റൽ കവർ, ടോപ്പ് ഓഫ് കവർ കേട്ടോ. ഓരോന്നിന്റെ പോയിന്റ് ആ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കിയിരിക്കാം. ഹോസ്പിറ്റലൈസേഷൻ കവർ എന്ന് പറയുമ്പോൾ നമുക്ക് അസുഖം ആക്സിഡന്റ് സംബന്ധിച്ച് ഹോസ്പിറ്റലൈസ് ചെയ്യപ്പെടുന്നു വരുന്ന എല്ലാവിധ മെഡിക്കൽ എക്സ്പെൻസസിനുള്ള കവറേജ് കൊടുക്കുന്ന അങ്ങനെയുള്ളൊരു പ്ലാനാണ്. ഹോസ്പിറ്റൽ ക്യാഷ് കവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സാധാരണ ഒരു ഹോസ്പിറ്റലൈസേഷൻ കവറിന്റെ കവർ ചെയ്യപ്പെടാത്ത നോൺ മെഡിക്കൽ എക്സ്പെൻസുകളൊക്കെ, ദാറ്റ് മീൻസ് നമ്മുടെ ട്രാവലിംഗ് കോസ്റ്റ് അല്ലെങ്കിൽ നമ്മുടെ ഫുഡ് ആൻഡ് ട്രീറ്റ് കോസ്റ്റുകളൊക്കെ വരില്ലേ, അങ്ങനെയുള്ള ചെലവുകളൊക്കെയാണ് ഹോസ്പിറ്റൽ ക്യാഷ് കവറിനകത്ത് കവർ ചെയ്യുന്നത്. ക്രിട്ടിക്കൽ ഇൽനെസ് കവർ പേര് സൂചിപ്പിക്കുന്നത് പോലെ വളരെ ഗുരുതരമായിട്ടുള്ള അസുഖങ്ങൾ ലൈക്ക് ക്യാൻസർ, പാരാലിസിസ്, ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ അങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെ ചെലവുകൾ വഹിക്കാനായിട്ട് സഹായിക്കുന്നതാണ് ക്രിട്ടിക്കൽ ഇൽനെസ് കവർ. പേഴ്സണൽ ആക്സിഡന്റ് കവർ എന്ന് പറഞ്ഞാൽ ആക്സിഡന്റ് മൂലം ഉണ്ടാകുന്ന നഷ്ടങ്ങൾക്ക് കവറേജ് കൊടുക്കുന്നതാണ്. ടോപ്പ് ഓഫ് കവർ എന്ന് പറഞ്ഞാൽ നമ്മുടെ നിലവിലുള്ള ഹെൽത്ത് ഇൻഷുറൻസ് പോളിസിയുടെ പരിധിക്ക് അപ്പുറത്തേക്ക് ചെലവുകൾ വന്നു കഴിഞ്ഞാൽ അതിന്റെ ഒരു എക്സ്റ്റൻഷൻ ആയിട്ട് ആഡ് ഓൺ ആയിട്ട് നമുക്ക് ഉപയോഗിക്കുന്ന കവറാണ് ടോപ്പ് ഓഫ് കവർ എന്ന് പറയുന്നത് കേട്ടോ. അതൊക്കെ ഓരോരുത്തർക്ക് പൈസ ഉള്ളതിനനുസരിച്ച് ഇഷ്ടമുള്ള കവറേജ് ഒക്കെ എടുക്കാം കേട്ടോ. ടോപ്പ് ഓഫ് കവർ ഒക്കെ എടുക്കണമെങ്കിൽ ഓൾറെഡി ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എടുത്ത് അതിന്റെ അപ്പുറത്തേക്ക് ടോപ്പ് ഓഫ് കവർ എടുക്കണമെങ്കിൽ അത്യാവശ്യം വരുമാനമൊക്കെ ഉള്ളവർക്ക് തന്നെ സാധിക്കും കേട്ടോ. ഓക്കെ, മനസ്സിലായോ? നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് നെക്സ്റ്റ് വരുന്നത് നമുക്ക് സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസ് ആണ് കേട്ടോ. ഇനി നമ്മൾ പല ടൈപ്പ് ഇൻഷുറൻസുകളാണ് ഇനി പഠിക്കുന്നത്. 3 ഓക്കെ ആണല്ലോ നിങ്ങൾക്ക്. ഇനി നോക്കുക സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസ്, അതുപോലെ തന്നെ എന്താണ് ഗവൺമെന്റ് ഹെൽത്ത് ഇൻഷുറൻസ് സ്കീം, അതിനായിട്ട് എക്സാമ്പിളുകൾ BSI നമുക്ക് പഠിക്കാനുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഈ ഒരു സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറയുമ്പോൾ കുറച്ചധികം ഒന്ന് മനസ്സിലാക്കാനുണ്ട്. മനസ്സിലാക്കല്ലേ ഇത് പറഞ്ഞ പോയിന്റുകളൊന്ന് കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട് മനസ്സിലാക്കാനായിട്ട്. അപ്പൊ അത് നാളത്തെ ക്ലാസ്സിൽ, നാളെ അല്ലെങ്കിൽ അടുത്ത ക്ലാസ്സിൽ വരുന്നത് വെള്ളിയാഴ്ചയല്ലേ നെക്സ്റ്റ് ക്ലാസ് വരുന്നത് അല്ലേ? വെള്ളിയാഴ്ച. വെള്ളിയാഴ്ച എടുക്കാൻ നമുക്ക് കേട്ടോ. ഇനിയുള്ള ഭാഗങ്ങൾ നമുക്ക് വലിയ കുഴപ്പമൊന്നുമില്ല, ഈസി ആയിട്ട് നമുക്ക് പറഞ്ഞപ്പോ BSI, പിന്നെ സെൻട്രൽ ഗവൺമെന്റ് CGHS, അതിന്റെയൊക്കെ ബെനിഫിഷ്യറീസ് അതൊക്കെയാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത് കേട്ടോ. എനിക്കധികം ഞാൻ സംസാരിക്കുന്നില്ല, പോലെ തോന്നുന്നു. അപ്പൊ നമുക്ക് ക്ലാസ് അവസാനിപ്പിക്കാം കേട്ടോ. ഞാൻ അൺമ്യൂട്ട് ചെയ്യാണ്. ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഈ ഒരു ചാപ്റ്റർ കഴിഞ്ഞ് ഈ ഒരു മെഡിക്കൽ ഇൻഷുറൻസ് കഴിഞ്ഞാൽ പിന്നെ എനിക്കുള്ളത് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റം, ജനറലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റം എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ ഉണ്ട്. അതുകൂടെ എനിക്ക് എടുക്കാനുണ്ട് കേട്ടോ. ഞാൻ നെക്സ്റ്റ് വീക്ക് മുതൽ അമർനാസും കൂടെ പോർഷൻസ് ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പൊ മിക്കവാറും ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, അതുപോലെ തന്നെ റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറഞ്ഞിട്ടൊരു ചാപ്റ്റർ ഉണ്ടല്ലോ. 2 ചാപ്റ്റർ മിസ് എടുക്കുമല്ലോ അമർനാസ് എടുക്കും നിങ്ങൾക്ക്. അപ്പം ഈ പറയുന്ന ചാപ്റ്റർ മെഡിക്കൽ ഇൻഷുറൻസും സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റം ആണ് ഇനി എനിക്ക് എടുക്കാനുള്ളത് കേട്ടോ. ഓക്കെ, നമ്മുടെ കാര്യം വലിയ വലിയ ചാപ്റ്ററുകളാണ് അറിയാലോ. അപ്പൊ അത് എടുത്ത് തീർക്കാന്നുള്ളതും ഒരു ടാസ്ക് ആണ് കേട്ടോ. നിങ്ങള് ഇന്ന് എടുക്കുന്ന കാര്യങ്ങളൊക്കെ ഡെയിലി വായിച്ചു നോക്കുക, മോക്ക് ടെസ്റ്റുകളൊക്കെ നല്ലപോലെ പ്രാക്ടീസ് ചെയ്യുക. ആതിര മിസ് ഇപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ ആതിര മിസ് ഇല്ലല്ലോ. ആതിര മിസ് ഇവിടെ ഉണ്ടല്ലോ. ആതിര മിസ്സിനെ അന്വേഷിച്ചതായി പറയാട്ടോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം കേട്ടോ. എല്ലാവരും ഓക്കെ.